Hello everyone, good evening. സുഖാണല്ലോ എല്ലാവർക്കും. എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. നിജിൽ ഗുഡ് ഈവനിങ്. അനന്തു സജി ഗുഡ് ഈവനിങ്. അനന്തുവിനെ ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? വേറെ ആരൊക്കെയാണ് ലൈവിലുള്ളത്? ഒരു ഹായ് പറഞ്ഞേ, ഗുഡ് ഈവനിങ് പറഞ്ഞേ. ആരൊക്കെയാണെന്ന് നോക്കട്ടെ. ബ്രൂസ്, റേഷ, ഓക്കെ, ആഷ്ലി. ഈ ചാപ്റ്ററിൽ നിന്നിട്ട് എത്ര ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? 2 to 3 കമ്പൈൻഡ് 2 to 3 ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഹായ്. Dr. Strange, who is that strange person? Mohammed Sinan, okay. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഫൈൻ. ഗീതു PV, ആദി, all right. So, okay everyone. ഹായ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ലൈവ് സെഷൻ തുടങ്ങുകയാണ്. സോ ഇന്നത്തെ ഒരു സെഷൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ലൈക്ക് നമ്മൾ ഷുവറായിട്ടും വരാനുള്ള ഏരിയ ആണ് കൺസിഡർ ചെയ്ത് അതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിക്ക് ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ റൈറ്റ്. സോ അപ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വരാനുള്ള ഏരിയ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ എന്താ പറയുക, ആ പാറ്റേണും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതായത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നിട്ടാണ് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്നും അതുപോലെ തന്നെ ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻസ് അങ്ങനെയുള്ളൊരു പ്രോബബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഒരു പ്രെഡിക്ഷൻ നടത്തുന്നത്. ഓൾ റൈറ്റ്. സോ ഇന്ന് അങ്ങനെ ആ ഒരു ഏരിയ പറയുമ്പോൾ ഏരിയ തരംതിരിച്ച് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ പാർട്ടിലോട്ട് കയറും തോറും ഓരോ പാർട്ടിലോട്ട് കയറും തോറും നമ്മൾ അതിന് തൊട്ട് മുമ്പ് തന്നെ പറയും ഇതാണ് സെഗ്മെൻ്റ് എന്നും ഈ സെഗ്മെൻറ്റിനകത്ത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നും പറയും കേട്ടോ. നാളെ മാരത്തൺ ഉണ്ട്, തീർച്ചയായിട്ടും മാരത്തൺ ഉണ്ട്. ഓക്കെ. സോ ആ ഒരു ഏരിയ തരംതിരിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഇപ്പോൾ ലൈക്ക് യു പീപ്പിൾ ആർ കേപ്പബിൾ ഇനഫ് ടു ഡു ദാറ്റ് ഇൻ എ ബെറ്റർ മോഡ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് തന്നെ ആ ഏരിയ പറയുന്ന കാര്യം നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. കാരണം ലൈക്ക് ദാറ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്, the probability of that pattern of questions to repeat is very high. So ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മക്കളെ സെറ്റല്ലേ, തുടങ്ങാം. മക്കളെ നോക്കിക്കേ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, രണ്ടോ അതിലധികമോ ചാർജസിൻ്റെ ഇൻട്രാക്ഷൻ. ആ ഇൻട്രാക്ഷനകത്ത് നെറ്റ് ഫോഴ്സിനെ കുറിച്ച് ചോദിക്കാം, ഇക്വിലിബ്രിയം കണ്ടീഷൻ ചോദിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആകാനുള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. സോ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 or more ചാർജസ്, അതാണ് ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. സോ മക്കളെ നോക്കിക്കേ, ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. 3 point ചാർജസ് Q, 3 point ചാർജസ് Q, -2Q and 2Q are placed on x axis at a distance x is equal to 0, x equal to 3r/4 and x equal to r respectively from the origin. If Q is of magnitude 2 into 10 to the power minus 6 coulomb and r is 2 centimeter, the magnitude of the net force experienced by the charge 2Q is. ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ഇവിടെ ഇൻട്രാക്ഷൻ ഓഫ് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് നാളെ എടുക്കുമോ? നാളെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ട്. ഇനി പഠിച്ചാൽ JEE കിട്ടുമോ? മോനെ, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് എനിക്കിപ്പം തൽക്കാലം ഒന്നും പറയാനില്ല. ഓക്കെ, കീപ് ട്രൈയിങ്. നിനക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടും എന്നേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാരണം മറ്റന്നാളാണ് മോനെ എക്സാം.
ഓക്കെ, പിന്നെ ഒരു ചാൻസ് കൂടെ ഉണ്ട് ആണല്ലോ. സോ ഫൈൻ. അപ്പം നോക്കിയ കുഞ്ഞുങ്ങളെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് ആണല്ലോ. ഈ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ശ്രദ്ധിച്ചേ, ഇവിടെ റീഅറേഞ്ച്, ആദ്യം നമുക്കിതിൻ്റെ ഡയഗ്രാം ഒന്ന് നോക്കാം. നമ്മളിതിൻ്റെ ഡയഗ്രാം ഒന്ന് സെറ്റ് ചെയ്യുന്നു. സോ ഡയഗ്രാം ഇവിടെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മക്കൾ ശ്രദ്ധിച്ചാട്ട്, ഇത് കണ്ടോ, ഇതാണ് ഒന്നാമത്തെ ചാർജ്, ഇത് Q ആണ്, ശരിയല്ലേ? ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട ചാർജ്, അതായത് -2Q എന്ന് പറയും. ലൈക്ക് ഹിയർ ദിസ് ഈസ് ദ തേർഡ് വൺ, അതിൻ്റെ ചാർജ് എത്രയാണ്? 2Q ആണ്, ശരിയല്ലേ? ആണല്ലോ, ഫൈൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഇവിടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 3/4 ടൈംസ് ക്യാപിറ്റൽ R ആകുമ്പോൾ മക്കളെ ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആകും. സോ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാടാ? ക്യാപിറ്റൽ R/4 എന്ന് വരും, ശരിയല്ലേ? ആണല്ലോ, ഫൈൻ. ഇനി നമ്മൾ എന്താണ് ചോദിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇതിന് A എന്ന് പേര് കൊടുക്കുക, ഇതിന് B എന്ന് പേര് കൊടുക്കുക, ഇതിന് C എന്ന് പേര് കൊടുക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഹിയർ കംസ് പോയിന്റ് A, ഹിയർ ദിസ് ഈസ് B ആൻഡ് ഹിയർ ദിസ് ഈസ് C. നോക്കിക്കേ, സിയിലിരിക്കുന്ന ചാർജ് നെഗറ്റീവ് അല്ലേ കുഞ്ഞേ? ബിയിലിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ആണല്ലോ. സോ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. ദിസ് ഈസ് FCB. അതുപോലെ തന്നെ എയിലിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, സിയിലിരിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോ ഇവർ തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഗെയിൻ ഇവിടെയും അട്രാക്ഷൻ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഫോഴ്സ് ആക്ടിങ് ഓൺ C ഡ്യൂ ടു എന്തായിരിക്കും? A ആയിരിക്കും. ക്ലിയർ ആണല്ലോ, ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഈ രണ്ട് ഫോഴ്സും എന്ത് ചെയ്യുകയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്. സോ ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് യു മാർക്ക് ഇറ്റ് ആസ് F0, അല്ലടാ കുഞ്ഞേ, ഹിയർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് 1/4πε0. അതായത് നമ്മൾ K എന്ന് കൊടുക്കുന്നു. ഓക്കെ, 1/4πε0 FCA എന്ത് വരും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് FCA മൈനസ് FCB എന്ന് വരും അല്ലേ? സോ ഇവിടെ നമ്മൾ K എടുക്കുന്നില്ല, പക്ഷേ ഞാൻ ആ എക്സ്പ്രഷൻ ആദ്യം എഴുതുകയാണ്. സോ അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ വാല്യൂ എടുക്കുകയാണെങ്കിൽ K 1/4πε0 എന്ന വാല്യൂ എന്ത് വരും? കോമൺ ആയിട്ട് വരും അല്ലേ? അനന്തു സജി കറക്റ്റാണ്, ജോയൽ കറക്റ്റാണ്. സോ K എന്നുള്ളത് കോമൺ ആയിട്ട് വന്നു. FCA എന്നുള്ള വാല്യൂ എന്ത് വരും കുഞ്ഞേ? FCA എന്നുള്ളത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്? FCA എന്ന് മീൻസ് ഈ ചാർജും വരും, ശരിയല്ലേ? അവിടെ എത്രയൊക്കെയാണ് ചാർജ് ഉള്ളത്? 2Q × Q, ദാറ്റ് ഈസ് Q² ഡിവൈഡഡ് ബൈ എത്രയാണുള്ളത്? 3/4 ടൈംസ് R² എന്ന് വരും അല്ലേ? മൈനസ് FCB എന്ന് വരുമ്പോൾ എന്താണ് വരാൻ പോകുന്നത്? എഗെയിൻ ഹിയർ ദ ചാർജ് ഈസ് ഗോയിങ് ടു ബി 2Q × 2Q അല്ലേ? ദാറ്റ് ഈസ് 4 ടൈംസ് എന്ത് വരും? Q² ഡിവൈഡഡ് ബൈ എത്രയാണ്? R/4² എന്ന് വരും, ശരിയല്ലേ? നീറ്റ് ആസ്പിരൻറ്റ്. ഓക്കെ, ഫൈൻ ആണല്ലോ. സോ ഇവിടെ നെറ്റ് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നോക്കുക കുഞ്ഞുങ്ങളെ, എന്താണ് ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്? കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഇവിടെ നോക്കുവാണെങ്കിൽ 2 ടൈംസ്, സോ ഹിയർ K × അല്ലേ? കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയുണ്ട്? Q² നമുക്ക് വെളിയിലോട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 ടൈംസ് Q² എന്നുള്ളത് നമുക്ക് എന്തെടുക്കാം? വെളിയിലോട്ട് എടുക്കാം, ആണല്ലോ. ഡിവൈഡഡ് ബൈ ഇവിടെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? 1 അപ്പോൺ ഇത് നമ്മൾ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് വരും കുഞ്ഞേ? ഇവിടെ 16 ഉണ്ടാവും അല്ലേ? ഇവിടെ എന്തായിരിക്കും? 9 ടൈംസ് R² മൈനസ് ഓഫ് ഇവിടെ നമ്മൾ എന്തെടുത്തു? 2 വെളിയിലോട്ട് എടുത്തു, ശരിയല്ലേ? ഇവിടെ എന്തുണ്ടാകും? 2 ഉണ്ടാകും. ഡിനോമിനേറ്ററിൽ ഇവിടെയും R² ഉണ്ട്, മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്തുണ്ടാകും? ഇവിടെയും 16 വരും, ശരിയല്ലേ? ആണല്ലോ. സർ മൈൻഡ് നിജിൽ മുഹമ്മദ്, അതെ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കുക എന്താണ് ഇനിയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എത്ര വരും മക്കളെ? 9 × 10⁹ അല്ലേ? ആണല്ലോ. Q² വാല്യൂ എത്രയാണ്? Q എന്ന് പറയുന്നത് എത്രയാണ്? 2 × 10⁻⁶² ടൈംസ് 2 × 16 വെളിയിലോട്ട് വരും, ആണല്ലോ. 16 വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബാക്കി എന്താണുള്ളത്? ഇവിടെ നമുക്കുള്ളത് 1/9 അല്ലേ? അപ്പോൾ R² വെളിയിലാണ്. 1/9 മൈനസ് ഓഫ് 2 എന്ന് വരും. ഓൾ റൈറ്റ്, ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 5440. ക്ലിയർ അല്ലേ കുഞ്ഞേ? ഓക്കെ ആണല്ലോ. ഓക്കെ അല്ലേ? സംശയം വല്ലതും ഉണ്ടോ? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ഇതിനകത്തില്ല. സോജി സർ, താങ്ക് യു.
ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ സമയം കളയുന്നില്ല, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കിക്കേടാ കുഞ്ഞെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ ചെറിയൊരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഓസിലേറ്ററി മോഷനാണ്. ഐ മീൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡ് എത്രയാണെന്നുള്ള ചോദ്യമാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? സോ അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഓസിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കെല്ലാം അറിയാം, ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റത്തിൻ്റെ ഫോഴ്സ് കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ F = -k/x എന്ന് വരും. ശരിയല്ലേ? ഡയറക്ഷൻ ഡാം കൺസിഡർ ചെയ്തിട്ടാണ്. അങ്ങനെയാകുമ്പോൾ F + kx എന്നുള്ള എന്ത് വരും കുഞ്ഞെ? 0 എന്ന് വരും. F എന്ന് പറഞ്ഞാൽ m × a ആണ്. m + k × x = എന്ത് വരും? 0 എന്ന് വരും. സോ a + k / m × x = എന്താണ്? 0 ആണ്. ഇതെന്ന് പറയുന്നത് ω² വരും. അതായത് k/m എന്നുള്ള എന്തായിട്ട് വരും? നമ്മൾ ω² ആയിട്ട് എടുക്കും. അങ്ങനെയാണ് നമ്മൾ ടൈം പീരീഡിലോട്ട് എത്തുന്നത്. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കതൊന്ന് ഓർമ്മ കിട്ടാനായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതേ സ്ട്രാറ്റജി ആയിരിക്കും നമ്മൾ എവിടെയും ചെയ്യാൻ പോകുന്നത്. ഈ കേസിൽ നമ്മൾ സർ പ്ലീസ് റൈറ്റ് ദ ഇക്വേഷൻസ് ഓൾസോ വിത്ത് ദ ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും ഇത് കണ്ടോ, ഇവിടെ ഞാൻ എടുക്കാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് ഇതാണ്. സോ ω² എന്ന് പറയുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ ω² × x എന്നുള്ളത് നമ്മൾ എന്തായിട്ട് എടുക്കും? ആക്സിലേഷനായിട്ട് എടുക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ എന്താണോ ആ ആക്സിലേഷൻ്റെ എക്സ്പ്രഷനിൽ ഈക്വൽ ടു ω² × x എന്ന് എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒമേഗ കാൽക്കുലേറ്റ് ചെയ്യുന്ന വഴി ടൈം പീരീഡ് കിട്ടും. ഞാൻ ആ ക്വസ്റ്റ്യൻ്റെ പാത്ത് അതിനകത്ത് എൻട്രി ചെയ്യുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ മക്കളൊന്ന് നോക്കിക്കേ, ഇവിടുത്തെ നമ്മുടെ കേസ് ഒന്ന് നോക്കുകയാണ് എങ്കിൽ ഇവിടെ നമ്മൾക്കറിയാൻ പറ്റും. ക്വസ്റ്റ്യനെ ശ്രദ്ധിക്കുക. 2 identical positive charges capital Q each are fixed at a distance of 2a apart from each other. Another point charge Q0 with mass small letter m is placed at the midpoint between the two fixed charges. A small displacement along the line joining the fixed charges. For a small displacement along the line joining the fixed charges, the charge Q0 executes simple harmonic motion. അങ്ങനെയാണെങ്കിൽ the time period of the charge Q0 is എന്നാണ് പറയുന്നത്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ കുഞ്ഞുങ്ങളെ, ഇവിടെ എന്താണ്? ഇതുണ്ടോ? ഇതാണ് കേസ് വരുന്നത്. നോക്കിക്കേ, ഈ രണ്ട് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഈ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ Q, ഇതെന്നും ക്യാപിറ്റൽ Q തന്നെയാണ്. സോ ഇത് മിഡ് പോയിൻ്റ് അല്ലേ? ആണല്ലോ. സോ ഇവിടെ ഇരിക്കുന്ന ചാർജ് എത്രയാണ് കുഞ്ഞേ? Q0 ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതും a വരും അല്ലേ? അതുപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് എത്ര വരും? a എന്ന് വരും. ഈ ഡിസ്റ്റൻസ് a ഈച്ചാണ് വരുന്നത്. ഓൾ റൈറ്റ്. സോ ഇവിടുന്ന് നമ്മൾ ഈ ചാർജിനെ ഒരു സ്ലൈഡ് ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തുന്നു ത്രൂ എ ഡിസ്റ്റൻസ് എത്രയാണ്? x. സോ ഇപ്പോൾ നമ്മുടെ ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്കറിയാം ഇവിടെ എന്തുണ്ടാകും? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. ശരിയല്ലേ? ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത്? ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. സോ നമ്മൾ എടുക്കാൻ പോകുന്നത് ആ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എത്രയാണെന്നുള്ളതാണ്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ എടുക്കുന്നു. അതിനെ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലേഷൻ കിട്ടും. ആ ആക്സിലേഷൻ എന്തെന്ന് ഇട്ട് കൊടുക്കുന്നു? ω² ടൈംസ് x എന്ന് ഇട്ട് കൊടുക്കുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആരോ ഒരാൾ പറഞ്ഞിരുന്നു ഇക്വേഷൻ ഒന്ന് പറയുമോ സാർ എന്നുള്ളത്. ഇക്വേഷനും പറഞ്ഞു, പാത്തും പറഞ്ഞു. ഓൾ റൈറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കൾ ഈ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് നോക്കുക. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും 1/4πε0 അല്ലേ? ഒന്നാമത്തെ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ക്യാപിറ്റൽ Q. രണ്ടാമത്തെ ചാർജ് എത്രയാണ്? Q0 ഓൾ ഡിവൈഡഡ് ബൈ ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും കുഞ്ഞേ? ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും a - x ആയിരിക്കും, ദ ഓൾ സ്ക്വയർ അല്ലേ? ഇതായിരിക്കും ഡൊമിനേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. മൈനസ് ക്യാപിറ്റൽ Q × Q0 ഡിവൈഡഡ് ബൈ a + x ദ ഓൾ സ്ക്വയർ. ഇതാണ് ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്ന നെറ്റ് ഫോഴ്സ്. എന്ത്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക മക്കളെ, കോമൺ ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ടുള്ള ടേംസ് എന്ന് പറയുമ്പോൾ എഗെയിൻ ക്യാപിറ്റൽ 1/4πε0 ക്യാപിറ്റൽ Q × Q0.
നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഇതിൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2 times a into x minus of a square minus x square minus of minus plus ആകും 2 times a into x all divided by അല്ലേ, all divided by ഇതെന്ത് വരും മക്കളെ? ഇതെന്ന് പറയുന്നത് a square minus x square the all square എന്ന് വരും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ശരിയല്ലേ? ഫൈൻ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഈ എ സ്ക്വയറും കട്ടാകും, എക്സ് സ്ക്വയറും കട്ടാകും, ശരിയല്ലേ? ഇവിടെ എന്താ ഉണ്ടാവുക? കെ ക്യാപിറ്റൽ ക്യൂ ടൈംസ് Q0 ആണല്ലോ. കെ ടൈംസ് ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു Q0. ന്യൂമറേറ്ററിൽ എന്തുണ്ടാകും മക്കളെ? ഇത് ആഡ് ചെയ്യുമ്പോഴത്തേക്കും എന്താകും? 4 times a ഇൻറ്റു എന്ത് വരും? AX എന്ന് വന്നു, ശരിയല്ലേ? ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്, നമ്മൾ ഈ മൂവ് ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ അനന്തുവിൻ്റെ മെസ്സേജ് കണ്ടു, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. സോ ഇവിടെ ഡിനോമിനേറ്ററിൽ നോക്കി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എന്തൊക്കെയാണുള്ളത്? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാണ്. നമുക്കറിയാവുന്ന കാര്യമാണ് എ ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ എക്സ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരിക? ഡിനോമിനേറ്ററിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് സ്ക്വയറിനെ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്ററിൽ കിട്ടാൻ പോകുന്നത് a to power 4 എന്നായിരിക്കും. സോ ദിസ് ഈസ് ദ നെറ്റ് വാല്യൂ ഓഫ് ഫോഴ്സ് ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്കൊരു പോസിബിൾ ക്യാൻസലേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് കട്ടായി പോകും മക്കളെ. എന്തുണ്ടാകും? ഡിനോമിനേറ്ററിൽ ഒരു 3 വരും, അല്ലേ? എയിൻ്റെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? റൈസ് ടു പവർ 3 ആയിരിക്കും. ഇതുവരെ സംശയമൊന്നും ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കുക, ഇവിടുന്ന് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കുന്ന സമയത്ത് നോക്കിക്കേ, നമുക്കിനി എങ്ങനെ ആൻസറിലോട്ട് എത്താം എന്നുള്ളൊരു കാര്യം നോക്കുക. നമ്മൾക്കിപ്പോൾ ഫൈനലി ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ്, അല്ലേ? ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾക്കിവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്താകും മക്കളെ? ആക്സിലറേഷൻ ആകും, അല്ലേ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ എന്താകും? ആക്സിലറേഷൻ ആകും. സോ ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയി, വിച്ച് മീൻസ് കെ ക്യാപിറ്റൽ Q0 ടൈംസ് 4 അല്ലേ ഇൻറ്റു എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു? 3 times a³ എന്ന് വന്നു, ആണല്ലോ, ശരിയല്ലേ? വിച്ച് മീൻസ് ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ഒമേഗ സ്ക്വയർ ടൈംസ് എക്സ് ആയിരിക്കും എന്ത്? ആക്സിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്തായി മക്കളെ? ഈ സാധനം എന്തായി? ഒമേഗ സ്ക്വയർ ആയില്ലേ? സോ ഒമേഗ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/t the whole square. 2π/t the whole square is equal to എന്ത് വന്നു? 1 divided by 4π/0 capital Q0 times 4 all divided by 3 times a³ എന്ന് വന്നില്ലേ? ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ നമ്മൾക്ക് ആൻസർ കിട്ടും t is equal to √of 4π³ അല്ലേ? 4π³ into epsilon0 times 3a³ all divided by capital Q into Q0 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അനന്തു സജി മോനെ കറക്റ്റ് ആൻസർ ആണ്. അതുപോലെ തന്നെ അനന്തു മധു കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. മാസ് 3 ആണോ? മാസ് 3 അല്ലല്ലോ, മാസ് M അല്ലേ? മാസ് M ആണ്. മാസ് 3 ആണോന്നോ? ആരാണ്? എനിക്ക് മനസ്സിലായില്ല. Okay. All right. Okay. 3a³ അല്ല വന്നത്, അത് ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നത്. that should be M. We be the whole of dance. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. കാൽക്കുലേഷൻ ടൈം എടുക്കുന്നു തീർച്ചയായിട്ടും. അത് ഈ ഒരു ക്വസ്റ്റിനകത്ത് അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളതാണ്. ഇതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യാം. ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചേ, ഇത് മറ്റൊന്നുമല്ല,
ഡിവിഷൻ ഓഫ് ചാർജസ്. സോ ആദ്യമേ നമ്മൾ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ടു ചാർജസിൻ്റെ കേസ് എടുത്തു അല്ലേ, നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എടുത്തത്. ഇവിടെ നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടൈം പീരീഡ് എടുക്കുന്നത് കാണിക്കും. പിന്നെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ലൈക്ക് ഇതിന് കണക്ഷൻ ഇച്ചിരി എന്താ പറയുക ടൈം കൂടുതൽ എടുക്കുന്നുണ്ടല്ലോ സാർ എന്നുള്ളത്. ഇതിനകത്ത് സിമ്പിൾ ഹാർമോണിക് മോഷനും അതുപോലെ തന്നെ ഇലക്ട്രിക് ചാർജ് കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്നത്, അതായത് മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റൻ ആണ്. സോ മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റിനകത്ത് രണ്ട് ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കാൽക്കുലേഷന് ഒരിച്ചിരി സമയം എടുക്കും. ഓക്കെ, ആ ഇക്വേഷൻ ഒന്ന് പറയാമോ? ഏത് ഇക്വേഷൻ ആനന്ദും അതും ഒന്ന് പറയാമോ എന്നുള്ളത് ചോദിച്ചത്. ഓക്കെ 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 ഇതിൻ്റെ ഓക്കെ ഈ ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ടാണല്ലോ എല്ലാവരും എത്തുന്നത്. യെസ് 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 യെസ്. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ രണ്ട് ചാർജ് ഉണ്ട്, 4 കൂളും ഈച്ച് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ like 4 microcoulomb charge is divided into 2, and the distance between the two divided charges is constant. The magnitude of the divided charges so that the force between them is maximum. അതായത് നമ്മുടെ കയ്യിൽ Q എന്ന് പറഞ്ഞൊരു ചാർജ് തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? Q എന്ന് പറഞ്ഞൊരു ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? ഈ Q എന്ന് പറയുന്ന ചാർജ് രണ്ട് ബോഡിയിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വാട്ട് വി ആർ എക്സ്പെക്ടിങ് ഈസ് ഈ രണ്ട് ബോഡിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വാണ്ട് ദിസ് ടു ബി എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. വി വാണ്ട് ദിസ് ടു ബി മാക്സിമം. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ ചാർജ് എത്രയായിരിക്കും? Q/2 ആയിരിക്കണമെന്നാണ്. സോ എനിക്കറിയാം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണാപ്പാടമാണെന്ന്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണാപ്പാടമായിരിക്കില്ല. ആൻഡ് ദാറ്റ് ഐ ആം ഷുവർ. നോക്കിക്കേ, ഇവിടെ മക്കൾ ശ്രദ്ധിക്കണം. ചോദ്യം ഇതാണ്, നമ്മുടെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ചാർജഡ് ബോഡീസ് ഉണ്ട്. ആ രണ്ട് ചാർജഡ് ബോഡീസിൻ്റെയും നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ Q ചാർജാണ് നമ്മൾ കൊടുക്കുന്നത്, ഇവിടെയും Q ചാർജാണ് നമ്മൾ കൊടുക്കുന്നത്. ശരിയാണല്ലോ. ഇനിയും ഇവിടെ നിന്നിട്ട് കുറച്ച് ചാർജ് ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുകയാണ്? ഈ ഫസ്റ്റ് ബോഡിയിൽ നിന്നിട്ട് ഞാൻ സെക്കൻഡ് ബോഡിയിലോട്ട് കുറച്ച് ചാർജ് ട്രാൻസ്ഫർ ചെയ്യിക്കുകയാണ്. ആ ചാർജ് ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ Q. സ്മോൾ ലെറ്റർ Q എന്ന് പറയുന്നത് ക്യാപിറ്റൽ Q/n ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? ക്യാപിറ്റൽ Q/n ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഇഫ് F ഈസ് ദ ഇനിഷ്യൽ വാല്യൂ, if F is the initial value എന്ന് പറയുന്നത് F ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പുതിയ ഫോഴ്സ് F' എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇതിന് മനസ്സിലാവുന്നുണ്ടല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ആണല്ലോ മക്കളെ? സോ ഞാൻ ഒരു മിനിറ്റ് ഒരു സമയം തരാം, ഒരേ ഒരു മിനിറ്റ് സമയം തരാം. നിങ്ങൾ ആൻസറിലോട്ട് എത്താമോ? ദ ആൻസർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് n ആയിരിക്കണം. ആൻസർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് n വരണം മക്കളെ. ആൻസർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് n വരണം. ഒരു മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് എത്തിക്കൂ. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ പേര് നിതിൻ എന്നാണ്. ആൻസറിലോട്ട് എത്തുക. F' വാല്യൂ കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് KQ. F = F' ആണോ? അല്ല. ഇല്ല, n = 2 എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് ഇൻ ടേംസ് ഓഫ് n ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ശ്രദ്ധിച്ച മക്കളെ, സി ഐ തിങ്ക് യു ഗെസ്ഡ് ഇറ്റ് റോങ്. ശ്രദ്ധിക്കുക, നമ്മൾ പറയുന്നു Q/n ചാർജാണ് രണ്ടാമത്തെ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. ഓക്കെ, Q/n ചാർജാണ് നമ്മൾ രണ്ടാമത്തെ ബോഡിയിലോട്ട് കൊടുക്കുന്നത്. സോ ആദ്യമേ ഉണ്ടായിരുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? F = 1/4πε0 Q/r² എന്നായിരിക്കും എന്ത് ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? രണ്ടാമത്തെ കേസിൽ വരുമ്പോഴത്തേക്കും അതെന്താകും മക്കളെ? രണ്ടാമത്തെ കേസിൽ വരുമ്പോഴത്തേക്കും അത് F' ആകും. F' എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4πε0. ഒന്നാമത്തെ ബോഡീൻ്റെ ചാർജ് ഇപ്പോൾ എത്രയാണുള്ളത്? Q + Q/n അല്ലേ? രണ്ടാമത്തെ ബോഡീൻ്റെ ചാർജ് എത്രയാണുള്ളത്? Q - Q/n ആണ്. ഒന്നാമത്തെ ബോഡീൻ്റെ ചാർജ് എന്ന് പറയുന്നത്
ഒന്നാമത്തെ ബോഡീൻ്റെ ചാർജ് എന്നുള്ളത് ക്യൂ പ്ലസ് ക്യൂ ബൈ എന്നും രണ്ടാമത്തെ ബോഡീൻ്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ് ക്യൂ മൈനസ് ഓഫ് ക്യൂ ബൈ എന്നും ആണ് അല്ലേ. ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്ര വന്നു? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കില്ലേ, r². സോ ഹിയർ യു ക്യാൻ ചെക്ക് ഇറ്റ് ആസ് k ഇൻറ്റു, നോക്കിയാൽ മക്കളെ ഇവിടെ എന്തൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്? കോമൺ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആണ്, കോമൺ ആയിട്ടുള്ളത് q² ആണ്, ശരിയല്ലേ. സോ q² ആയിട്ട് കോമൺ ആയിട്ട് വരുമ്പോൾ ഐ മീൻ ഇവിടെ ഒരു ക്യൂ വരും, ഇവിടുന്ന് ഒരു ക്യൂ വരും അല്ലേ. അങ്ങനെ വരുമ്പോൾ എന്തുണ്ട്? 1 + 1/n ഇൻറ്റു 1 മൈനസ് ഓഫ് 1/n ദ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? r² എന്ന് വരും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, kq²/r² ഇൻറ്റു ഇത് എത്രയാണ് വരുന്നത് മക്കളെ? ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും 1 മൈനസ് ഓഫ് അല്ലേ, 1 മൈനസ് ഓഫ് 1/n ആണല്ലോ, മൈനസ് ഓഫ് 1/n മൈനസ് 1/n² എന്ന് വരും, ശരിയല്ലേ. ഓക്കെ ആണല്ലോ, സ്പേസ് പോരാ. സോ ഫൈനലി നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതുണ്ടോ. സോ ഇവിടെ നമ്മൾ ചെയ്ത മറ്റൊന്നുമല്ല, ഈ സ്റ്റെപ്പ് ഒന്ന് സോൾവ് ചെയ്താണ് ഈ കാണുന്നത്. വി ആർ ടേക്കിംഗ് ദിസ് ടു ദ നെക്സ്റ്റ് പേജ്. ഓൾ റൈറ്റ്, let it be here. ഓക്കെ അല്ലേ? f into m square. all right. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക ഇതെന്തായി? k ടൈംസ് q²/r² ആണല്ലോ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 × 1 1 ആയി അല്ലേടാ. ഇനി മൈനസ് ഓഫ് 1/n ഉണ്ട്, പ്ലസ് 1/n ഉണ്ട് അല്ലേ, മൈനസ് ഓഫ് 1/n² എന്ന് വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതും ക്യാൻസൽ ആയി പോകും, ശരിയല്ലേ. സോ ഹിയർ ദിസ് ഈസ് kq²/r² ടൈംസ് n² മൈനസ് 1 അപ്പോൾ എന്ത് വരും? n² എന്നുള്ള ടേമിലോട്ട് കിട്ടും. ഇതാണ് എന്ത്? f' എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇതെന്താണ്? f അല്ലേ. സോ f' ഷുഡ് ബി ഈക്വൽ ടു f ഇൻറ്റു n² മൈനസ് 1 അപ്പോൺ n² എന്ന് വരും, ശരിയല്ല മക്കളെ. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഓക്കെ, ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, മാക്സിമം ഫോഴ്സ് കിട്ടാനുള്ള ആ ഒരു സാധ്യത ഏത് പോയിന്റിലായിരിക്കും എന്നുള്ളൊരു ചോദ്യമാണ്. മാക്സിമം ഫോഴ്സ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏത് പോയിന്റിലാകും എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. എന്ത് ചെയ്യുക? ആദ്യമേ മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യമേ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കിട്ടാൻ പോകുന്നത് ഓഫ് കോഴ്സ് ഇൻ ടേംസ് ഓഫ് എക്സ് ആയിരിക്കും. സോ യു ആർ ഗോയിങ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ഇൻ ടേംസ് ഓഫ് എക്സ്. അതിനുശേഷം എന്ത് ചെയ്യണം? എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്, പുട്ട് ഈക്വൽ ടു 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും. ആസില സർ, PYQ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഹൃഷികേഷ് പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ഹൃഷികേഷ് അല്ല മോനെ, റേഷ പറഞ്ഞ ആൻസർ കറക്റ്റാണ്. ഹൃഷികേഷ് പറഞ്ഞതിനകത്തൊരു തെറ്റുണ്ട്. ആമീൻ കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. മുഹമ്മദ് ഹാഷിർ മോനെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ സമയം കളയുന്നില്ല മക്കളെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ശ്രദ്ധിക്കുക. 2 point ചാർജസ് ക്യാപിറ്റൽ Q ഈച്ച് ആർ പ്ലേസ്ഡ് അറ്റ് ഡിസ്റ്റൻസ് D apart. A third point charge small letter q is placed at a distance x from the midpoint on the perpendicular bisector. The value of x at which the charge will experience the maximum coulomb force എന്നാണ് ചോദ്യം. മക്കളെ ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഈ അറേഞ്ച്മെൻറ്റിനകത്ത് നമ്മുടെ കയ്യിൽ 2 ചാർജസ് ഉണ്ട്. ഇതുണ്ടോ? ഈ 2 ചാർജസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് D ആണ്. വിച്ച് മീൻസ് സെൻറ്റർ ടു ചാർജ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ എന്ത് വരണം? അവിടെ D/2 എന്ന് വരണം. ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ
സെൻട്രലിൽ നിന്നിട്ടും എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു ചാർജ് ഉണ്ടെന്നും ആ ചാർജ് എന്ന് പറയുന്നത് ക്യൂമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? സോ നമ്മൾക്കറിയാം ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പൊളാരിറ്റി ആണ് എങ്കിൽ നിങ്ങൾക്കറിയാം ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മക്കളത് ഇങ്ങനെയായിരിക്കും. ശരിയല്ലേ? സോ നമ്മളിവിടെ ഒരു ഇക്വിലിബ്രിയം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ കുഞ്ഞെ ഇത് തീറ്റ ആംഗിളാണ്, ഇതും തീറ്റ ആംഗിളാണ്. അതുകൊണ്ട് തന്നെ ഈ ആംഗിളും തീറ്റയാകും. എന്ത് വരും? ഈ ആംഗിളും തീറ്റ വരും. ശരിയാണല്ലോ? ക്ലിയർ അല്ലേ? വിച്ച് മീൻസ് നിങ്ങൾ നോക്കിക്കേ, ഈ നെറ്റ് ഫോഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ആംഗിൾ തീറ്റ ആണ് എങ്കിൽ ഈ ആംഗിളും തീറ്റ ആണ്. വിച്ച് മീൻസ് ഈ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റ്, അതായത് ഈ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ എഫ് കോസ് തീറ്റ എന്നുള്ളത് ഈ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ടാകും? ഇവിടെയും എഫ് കോസ് തീറ്റ ഉണ്ടാകും. ശരിയല്ലേ? ഇനി എഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യും മക്കളെ? ആഡപ്പ് ചെയ്യും. എഫ് സൈൻ തീറ്റ എന്നുള്ളത് ആഡപ്പ് ചെയ്യും. സോ ഇവിടെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് നെറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ടൈംസ് ക്യാപിറ്റൽ എഫ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ഇവിടെ വരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എത്ര വന്നു? 2f സൈൻ തീറ്റ. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 2f സൈൻ തീറ്റ വന്നു. അടുത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കേ, എഫ് നെറ്റ് എന്നുള്ളത് എന്തായിട്ട് എഴുതാൻ പറ്റും? എഫ് നെറ്റ് എന്നുള്ളത് 2 ടൈംസ് എഫിൻ്റെ വാല്യൂ എന്തൊരു മക്കളെ? എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ക്യാപിറ്റൽ ക്യൂ സ്മോൾ ലെറ്റർ ക്യൂ ഓൾ ഡിവൈഡഡ് ബൈ, അല്ലേ? ഈ ഡിസ്റ്റൻസ് എന്ത് വരും? ഈ ഡിസ്റ്റൻസിന് നമ്മൾക്ക് സ്മോൾ ലെറ്റർ ആർ എന്ന് കൊടുക്കാം. ആണല്ലോ? അപ്പോൾ സോ അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ അല്ലേ? സോ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരണം മക്കളെ? ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും d/2 ദ ഓൾ സ്ക്വയർ പ്ലസ് എന്ത് വരും? ഇത് എക്സ് സ്ക്വയർ എന്ന് വരും. സോ 2 ടൈംസ് എഫ് വരെ ആയിട്ടുള്ളൂ. ഇനി സൈൻ തീറ്റേൻ്റെ വാല്യൂ നമുക്ക് എഴുതാനുണ്ട്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ എന്ത് വരണം? ഹൈപ്പോട്ടന്യൂസ് വരണം. സോ പെർപെൻഡിക്കുലർ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഒരു എക്സ് ഉണ്ടാകും, അല്ലേ കുഞ്ഞെ? അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് ഇതെന്താണ്? ഇപ്പം ഇവിടെ ഇതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാകും? അണ്ടർ റൂട്ട് ഓഫ് d/2 ദ ഓൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇത് മറ്റൊന്നുമല്ല, ആറിൻ്റെ ടേം ആണ് കേട്ടോ. എക്സ് ബൈ ആർ ആണ്. ഓക്കെ അല്ലേ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ എഫ് നെറ്റിൻ്റെ വാല്യൂ എന്ത് വന്നു? എഫ് നെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ടൈംസ് കെ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ലെറ്റർ ക്യൂ ഇൻറ്റു എക്സ് ഓൾ ഡിവൈഡഡ് ബൈ, മക്കളെ ഇവിടെ 1ഉം ഇത് 1/2 ആണ്. അപ്പോൾ റേസ് ടു പവർ 3/2 ആകും. എന്താകും? റേസ് ടു പവർ 3/2 ആകും. ഫോളോ ചെയ്ത് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതെന്തായി? d/2 ദ ഓൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ദ ഓൾ റേസ് ടു 3/2 എന്ന് വന്നില്ലേ? ആണല്ലോ? ശരിയില്ലേ മക്കളെ? ഓക്കെ, കൂടെ തന്നെ നിൽക്കുക. നിങ്ങൾ ആ സ്റ്റെപ്പ് സോൾവ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. എവിടെ വെച്ചാണോ നമ്മൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ വരുവാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. സോ ശ്രദ്ധിക്കുക. സോ അപ്പം നമുക്ക് എന്ത് കിട്ടി? എഫ് നെറ്റിലോട്ട് കിട്ടി. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചു, ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഗോയിങ് ടു ബി ദ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് ഞാൻ പറഞ്ഞു. സോ ഇത് കണ്ടോ മക്കളെ? ദിസ് ഈസ് ഫംഗ്ഷൻ ഓഫ് എക്സ് അല്ലേ? ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ടു ഗെറ്റ് ദ മാക്സിമം വാല്യൂ, ഏത് കണ്ടീഷനിലാണ് മാക്സിമം വാല്യൂ എന്ന് കണ്ടുപിടിക്കേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? d/dx ഓഫ് എഫ് നെറ്റ് ഈക്വൽ ടു എന്തെന്ന് ഇട്ട് കൊടുക്കണം? 0 എന്നിട്ട് കൊടുക്കണം. മാക്സിമം മിനിമം കണ്ടീഷൻ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് ഇത്. അപ്പം നമ്മളിവിടെ നോക്കിക്കേ മക്കളെ, ഇവിടെ നമ്മൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എന്താണ് വെളിയിലുള്ളത്? കോൺസ്റ്റൻ്റ് ആയിട്ട് വെളിയിലുള്ളതെന്ന് പറയുമ്പോൾ 2 ടൈംസ് ക്യാപിറ്റൽ കെ, 1/4πε0 ആണ്. 2 ടൈംസ് കെ ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ സ്മോൾ ലെറ്റർ ക്യൂ ടൈംസ് d/dx ഓഫ് നോക്കിക്കേ എക്സ് ഡിവൈഡഡ് ബൈ d/2 ദ ഓൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഓൾ റേസ് ടു എന്ത് വന്നു? 3/2 എന്ന് വന്നു. ഓക്കെ ആണല്ലോ? ഇതുവരെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ മക്കളെ? ശരിയല്ലേ? ഫൈൻ. അടുത്തായിട്ട് സോ നമ്മൾ എന്ത് ചെയ്യുന്നു? സോ നമുക്കിപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ ചെയ്യണം. ഓക്കെ, സോ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്കറിയാം, ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? വാട്ട് ഐ ഡു ഈസ് നോക്കിയാൽ മക്കളെ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 2 ടൈംസ് കെ ക്യാപിറ്റൽ ക്യൂ സ്മോൾ ലെറ്റർ ക്യൂ അല്ലേ? അത് അവിടെ തന്നെ അങ്ങനെ കിടക്കും. ആണല്ലോ? ഓക്കെ, ഇനി ഡിനോമിനേറ്റർ എന്താണ്? d/2 the all square plus x square the all raised to
3/2. Denominator into derivative of numerator. Derivative of numerator എന്ന് പറയുമ്പോൾ എന്താണ്? Derivative of numerator എന്ന് പറയുമ്പോൾ 1 ആണ്. ശരിയല്ലേ? മൈനസ് ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് ആണ് അല്ലേ? ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ദാറ്റ് മീൻസ് 3/2 അല്ലേ? 3/2 ഇൻറ്റു d/2 the all square plus x square the all raised to എന്ത് വരും മക്കളെ? 3/2 മൈനസ് 1 വരണം അല്ലേ? അപ്പോൾ എന്തായിരിക്കും വരിക? 1/2 ഇൻറ്റു ഇതിൻ്റെ ഡിഫറൻഷ്യൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിൻ്റെ ഡിഫറൻഷ്യൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2 times x എന്ന് വരും ആണല്ലോ. all divided by denominator square, all divided by denominator square എന്ന് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും ഉണ്ടാകുക? d/2 the all square plus അല്ലേ x square the all raised to എന്തെന്ന് വരും മക്കളെ? 3 എന്ന് വരും. ആൻഡ് യു നീഡ് ടു പുട്ട് ദിസ് ഈക്വൽ ടു 0. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് മക്കളെ ഈ ടേം 0 ആയി പോകും. ഈ ടേം എന്തായി പോകും? 0 ആയി പോകും. ശരിയല്ലേ? ആണല്ലോ. അതുപോലെ തന്നെ ഈ ടേം 0 ആയി പോകും. അതിന് മുന്നേ പോസിബിൾ ആയിട്ടുള്ള ക്യാൻസലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ പോസിബിൾ ആയിട്ടുള്ള ക്യാൻസലേഷൻ ഉണ്ട്? ഈ 2ഉം ഈ 2 ഇവിടുന്ന് കട്ടായി പോയിക്കോളും. ശരിയല്ലേ? ആണല്ലോ. ഇനി അതിനുശേഷം നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത്? ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമ്മുടെ കയ്യിൽ എന്തായിരിക്കും ഉണ്ടാകുക? d/2 the all square plus x square the all raised to 3/2 അല്ലേ കുഞ്ഞേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, 3 ഉണ്ട്. അതുകൂടെ ആകുമ്പോൾ എന്തായി? 3 times x square എന്ന് വന്നു. ശരിയല്ലേ? പിന്നെ d/2 the all square plus x square the all raised to എന്ത് വരും? 1/2 എന്ന് വരും. ശരിയല്ലേ? ആണല്ലോ. റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? d/2 the all square അല്ലേ? d/2 the all square plus x square ഈക്വൽ ടു എന്തെന്ന് വരും? 3 times x square എന്ന് വന്നു ആണല്ലോ. വീണ്ടും റീഅറേഞ്ച് ചെയ്തേ നമുക്ക് പറയാൻ പറ്റും d²/4 അല്ലേ കുഞ്ഞേ? d²/4 ഈക്വൽ ടു എന്ത് വരുന്നു? 2 times x square എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴോട്ട് വരുമ്പോഴത്തേക്കും 8 ആകും. സോ എക്സിൻ്റെ വാല്യൂ എന്ത് വരും മക്കളെ? എക്സിൻ്റെ വാല്യൂ വരാൻ പോകുന്നത് d/, റൂട്ട് എടുക്കുമ്പോൾ d/, ഇതിനെ നമ്മൾക്ക് എന്ത് എഴുതാം? 8 അല്ലേ? സോ 2√2 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? സോ എന്താ പറയുക, മാക്സിമം ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ അതിനകത്ത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഷോർട്ട് കട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പാറ്റേൺ ഇത് തന്നെയാണ്, അപ്രോച്ച് ഇത് തന്നെയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം സമയമെടുക്കുന്നതായിരിക്കും എന്ന് വ്യക്തമായ ധാരണ വേണം. എന്തായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ള ഒരു പ്രോപ്പർ അപ്രോച്ച് വളരെ ക്ലാരിറ്റിയോടെ തന്നെ മുന്നോട്ട് പോകണം. ഇതായിരിക്കും സ്റ്റെപ്പ് എന്നുള്ള വളരെ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റിനോട്ട് അപ്രോച്ച് ചെയ്യാവുള്ളൂ. സോ ടൈം കൺസ്യൂമിങ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുമാണ്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: shown in the figure are 2 point charges plus q and minus q inside the cavity of a spherical shell. All right, the charges are kept near the surface of the cavity on the opposite sides of the center of the shell. If sigma 1 is the surface charge density on the inner surface and q1 the net charge on it, and sigma 2 the surface charge on the outer surface and q2 the net charge on it. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്നുള്ളത് മക്കളെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ. ഈ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്: നമ്മുടെ കയ്യിൽ ഒരു ഷെല്ലുണ്ട്. എന്തുണ്ട്? ഒരു ഷെല്ലുണ്ട്. അത് ഒരു ലൈക്ക് ഇറ്റ്സ് നോട്ട് ഹാവിങ് എനി ചാർജ്, ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു സാധനമാണ്. അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ആ ഷെല്ലിനകത്തോട്ട് 2 പോയിന്റ് ചാർജസ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നു. 2 പോയിന്റ് ചാർജസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുവയ്ക്കുന്നു. ഇതുണ്ടോ? 2 പോയിന്റ് ചാർജസ് കൊണ്ടുവയ്ക്കുകയാണ്. ഈ 2 പോയിന്റ് ചാർജസ് വെക്കുന്നതിനകത്ത് ഒരു കണ്ടീഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ആ ക്വസ്റ്റ്യൻ്റെ ആ പാറ്റേൺ ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളൊരു പ്ലസ് ക്യൂ ചാർജ് വയ്ക്കുമ്പോൾ ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ട്. അതിനുശേഷം അവർ പറയുന്നു ഇന്നർ ഷെല്ലിൽ ഉണ്ടാകുന്ന സർഫേസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ളത് സിഗ്മ 1ഉം അതിനുണ്ടാകുന്ന നെറ്റ് ചാർജ് എന്നുള്ളത് Q1 ആണെന്നും, അതുപോലെ തന്നെ വെളിയിലോട്ട് പോകുന്ന ലൈക്ക് ഔട്ടർ സർഫേസിലെ ചാർജ് ഡെൻസിറ്റി എന്നുള്ളത് സിഗ്മ 2ഉം അതുപോലെ തന്നെ അതിന് കിട്ടാൻ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് Q2 ആണ് എന്നും പറയുന്നു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്നാണ്. റേഷ കറക്റ്റ് ആൻസർ ആണ്. റേഷ കറക്റ്റ് ആൻസർ ആണ്. മക്കളെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന ചാർജ് എന്ന് പറയുന്നത് ക്യാവിറ്റിക്കകത്താണുള്ളത്, ശരിയല്ലേ? ക്യാവിറ്റിക്കകത്താണുള്ളത്. സോ ക്യാവിറ്റിക്കകത്താണ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഷെല്ലിലോട്ട് ഒരു നെറ്റ് ചാർജും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. അവിടെ ഒരു റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസ് നടക്കും, പ്രൊവൈഡഡ് ദിസ് ഈസ് എ മെറ്റൽ. അതർവൈസ് ഇവിടെ എന്ത് സംഭവിക്കില്ല, ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ Q1 എന്നുള്ളതും Q2 എന്നുള്ളതും എന്തായിട്ട് നിൽക്കും, 0 ആയിട്ട് നിൽക്കും. സോ വൺസ് Q1 ആൻഡ് Q2 ഈസ് 0, സിഗ്മ 1 ആസ് വെൽ ആസ് സിഗ്മ 2 ഈസ് ഓൾസോ ഗോയിങ് ടു ബി 0 വാല്യൂ. സോ വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്. ബിക്കോസ് വി ആർ കീപ്പിംഗ് ദ ചാർജ് ഇൻസൈഡ് ദ ക്യാവിറ്റി. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഷെല്ലിന് ഒരു നെറ്റ് ചാർജ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ റീഡിസ്ട്രിബ്യൂഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾക്കറിയാം ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ ഇൻസൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് 0 ആകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് ചാർജ് ഇൻസൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഔട്ട് സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, വരും 0 ആയിട്ട് തന്നെ വരും. ക്ലിയർ ആണല്ലോ? സി കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ഗസ് ആണ് എല്ലാവരുടെയും. വളരെ നല്ലത്, വളരെ നല്ലത്, വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു, ഒട്ടും സമയം കളയുന്നില്ല. ഓക്കെ മക്കളെ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ ആണ് എങ്കിൽ അടുത്ത കേസിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചാർജ് പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് പാത്തിന് വരുന്ന വേരിയേഷനെ കുറിച്ചൊക്കെയാണ്. ഓക്കെ, ഇവിടെ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുണ്ട്. എത്ര ഡിസ്റ്റൻസ് മുകളിലായിരിക്കും ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ള ചോദിക്കാറുണ്ട്. ഓക്കെ ഫൈൻ. സോ ഡീവിയേഷനെ വെച്ചിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ മക്കളെ, ഡീവിയേഷനെ വെച്ചിട്ടാണ് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ചാർജ് പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് എങ്കിൽ, ഇവിടെ ചാർജ് പാർട്ടിക്കിൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ക്വസ്റ്റിനകത്ത് സാധാരണഗതിയിൽ ചോദിക്കുന്നത് ഡീവിയേഷൻ, എത്ര ഡീവിയേഷൻ സംഭവിക്കുന്നു എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് എത്ര വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സർഫേസിൽ ഹിറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇതിൻ്റെ എല്ലാം പുറകിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ആ ഒരു പാറ്റേണിലോട്ട് നമ്മൾ പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ് എന്നൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ചാർജ് പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 0.5 ഇലക്ട്രോൺ വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 0.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 0.5 ഇലക്ട്രോൺ വോൾട്ട് എനർജിയിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ ഇവിടെ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കുക മക്കളെ, ഈ എൻ്റർ ചെയ്യുന്ന ചാർജ് പാർട്ടിക്കിൾ നെഗറ്റീവ് ആയതുകൊണ്ടും അതുപോലെ തന്നെ മുകളിൽ നിന്നിട്ട് താഴോട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുള്ളത് കൊണ്ടും ഇവരെന്ത് ചെയ്യും, ഇവരിങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് ഇറങ്ങി. സോ എൻ്റർ ചെയ്ത ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആയിരുന്നു. അതായത് നമ്മൾ കൺവെൻഷണൽ മെത്തേഡിൽ പറയുകയാണെങ്കിൽ എക്സ് ആക്സിസിലാണ് എൻ്റർ ചെയ്തതെന്ന് പറയാൻ പറ്റും. അലോങ് ദ ഡയറക്ഷൻ എക്സ് ആക്സിസ് ആണ് എൻ്റർ ചെയ്തതെന്ന് പറയാൻ പറ്റും. സോ ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എക്സ് ആക്സിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഈ പാർട്ടിക്കിൾ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, തീറ്റ ആംഗിൾ. ശരിയല്ലേ? ഈ ആംഗിൾ എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ എക്സിറ്റ് ചെയ്യുന്ന സമയത്തെ പാർട്ടിക്കിളിൻ്റെ സിറ്റുവേഷൻ നമ്മളൊന്ന് നോക്കുക. ഈ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിക്കിളിന് 2 വെലോസിറ്റി കമ്പോണൻ്റ് ആയിരിക്കും ഉണ്ടാകുക. ഒന്ന് എന്ന് പറയുന്നത് വെലോസിറ്റി കമ്പോണൻ്റ് അലോങ് എക്സ് ആക്സിസും, രണ്ടാമത്തേത് മക്കളെ വെലോസിറ്റി കമ്പോണൻ്റ് അലോങ് എന്തായിരിക്കും, വൈ ആക്സിസും ആയിരിക്കും. സോ ഈ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ഒരു തീറ്റ ആംഗിൾ ജനറേറ്റ് ചെയ്യപ്പെട്ടത്. സോ ആ ആംഗിൾ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു, തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾക്ക് വി എക്സും അതുപോലെ തന്നെ വി വൈയും മക്കളെ അറിയാമെങ്കിൽ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾക്ക് വി എക്സും വി വൈയും അറിയാമെങ്കിൽ ടാൻ തീറ്റ എന്താകും, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ വി വൈ അപ്പോൺ വി എക്സ് ആകത്തില്ലേ, വി വൈ അപ്പോൺ എന്താകും, വി എക്സ് ആകും. ആണല്ലോ, ടാൻ തീറ്റ കിട്ടിയില്ലേ, ആണല്ലോ മക്കളെ, ക്ലിയർ അല്ലേ? ഫൈൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സോ വി എക്സ് അപ്പോൺ വി വൈ കണ്ടുപിടിച്ചാൽ നമ്മൾ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇനിയാണ് വി വൈ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. ശരിയല്ലേ? ഇവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ചാർജ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ½ m × Vx² ആണ് എങ്കിൽ അതാണ് ഇവിടുത്തെ എനർജി എന്ന് പറഞ്ഞേക്കുന്നത്. എത്രയാണ്? 0.5 ഇലക്ട്രോൺ വോൾട്ട്. ശരിയല്ലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളൊന്ന് നോക്കിക്കേ, ഇവിടെ Vx² എന്നുള്ള വാല്യൂ ഞാൻ എഴുതുകയാണെങ്കിൽ, ഇവിടെ എഴുതുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി 1 ഇലക്ട്രോൺ വോൾട്ട്. എത്രയാണ്?
1 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ എന്ത് വരും കുഞ്ഞേ, എം എന്ന് വരും. ഇതാണ് വി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ. ശരിയാണല്ലോ. ഇനിയും ഈ ചാർജ് പാർട്ടിക്കിൾ ഇവിടുന്ന് ഇവിടെ വരെ ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ശരിയല്ലേ? ആണല്ലോ. സോ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഞാൻ എക്സ് ആയിട്ട് തന്നെ എടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു വി എക്സ് ഇൻറ്റു എന്ത് വരും, ടൈം ടേക്കൺ ടി എന്ന് വരും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈം ടേക്കൺ എന്തായി? ടൈം ടേക്കൺ എന്നുള്ളത് എക്സ് ഡിവൈഡഡ് ബൈ എന്ത് വന്നു, വി എക്സ് എന്ന് വന്നു. ടൈം ടേക്കൺ എന്തായി? എക്സ് ഡിവൈഡഡ് ബൈ വി എക്സ് ആയി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ആഫ്റ്റർ ടി ടൈം വെലോസിറ്റി അലോങ് വൈ ആക്സിസ് എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് 0 ആണ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്യാപിറ്റൽ ഇ ഇൻറ്റു സ്മോൾ ലെറ്റർ ഇ. ആക്സലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ മാസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഇൻറ്റു ടൈം ആയിരിക്കില്ലേ? സോ വെലോസിറ്റി അലോങ് വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്ത് വന്നു മക്കളെ? ക്യാപിറ്റൽ ഇ സ്മോൾ ലെറ്റർ ഇ ബൈ എം ഇൻറ്റു ടൈമിൻ്റെ എക്സ്പ്രഷൻ ദേ കിടക്കും നമ്മുടെ അടുത്ത്. എന്താണ് ടൈമിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? ടൈമിൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ അല്ലേ, എക്സ് ഡിവൈഡഡ് ബൈ വി എക്സ് എന്നാണുള്ളത്. ശരിയാണല്ലോ? ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ടാൻ ഓഫ് തീറ്റേൻ്റെ വാല്യൂ ആണല്ലേ. സോ ടാൻ ഓഫ് തീറ്റ എന്നുള്ളത് നോക്കിക്കേ, ടാൻ ഓഫ് തീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു വി വൈ ഡിവൈഡഡ് ബൈ എന്താണ്? വി എക്സ് ആണ്. വി വൈൻ്റെ വാല്യൂ നമുക്ക് എന്താണ് കിട്ടിയത് മക്കളെ? വി വൈൻ്റെ വാല്യൂ നിങ്ങൾ നോക്കിക്കേ, ക്യാപിറ്റൽ ഇ സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു അല്ലേ എക്സ് അപ്പോൺ എന്താണ്? എം ടൈംസ് വി എക്സ്. അത് കൂടാണ്ട് ഇവിടെ ഒരു വി എക്സ് കൂടെ ഉണ്ട്. അപ്പോൾ എന്തായി? വി എക്സ് സ്ക്വയർ ആയി. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ടാൻ തീറ്റ ഈക്വൽസ് ടു ക്യാപിറ്റൽ ഇ സ്മോൾ ലെറ്റർ ഇ ടൈംസ് എൽ അപ്പോൺ എം ഇൻറ്റു എന്ത് വന്നു? വി എക്സ് സ്ക്വയർ എന്ന് വന്നില്ലേ? ദാറ്റ് ഈസ്, ഇനി നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. ക്യാപിറ്റൽ ഇൻ്റെ വാല്യൂ നമ്മളോട് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ ഇൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ശരിയല്ലേ? ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു 10⁻⁹. ലെങ്ത് എത്രയാണ് മക്കളെ? ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻². ഓൾ ഡിവൈഡഡ് ബൈ അടുത്ത എന്താണുള്ളത്? അടുത്ത നമ്മൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ എം ടൈംസ് അല്ലേ വി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? വി എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁹ ഡിവൈഡഡ് ബൈ എം. വി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ എം ആയിരുന്നു. നോക്കിയാൽ കുഞ്ഞുങ്ങളെ, ഇവിടെ എമ്മും കട്ടായി പോകും. 1.6ഉം കട്ടാകും. ശരിയല്ലേ? 10⁻⁹ 10⁻⁻⁹ കട്ടാകും. ഇവിടെ 10⁻², 10⁻⁻², 1 ആയി. സോ ടാൻ തീറ്റ ഈക്വൽ ടു എന്ത് വന്നു? 1 എന്ന് വന്നു. വിച്ച് മീൻസ് തീറ്റ ഈക്വൽ ടു എന്ത് വന്നു മക്കളെ? 45 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ ആണല്ലോ. 45 ഡിഗ്രി പറഞ്ഞ കുറച്ച് പേരുണ്ട് ഇവിടെ ഓൾറെഡി. റേഷ ഫാത്തിമ കറക്റ്റ് ആൻസർ ആണ്. ഹൃഷികേഷ് കറക്റ്റ് ആൻസർ പറഞ്ഞു. അനന്തു സജി ഈ ക്വസ്റ്റൻ ആണോ ഇതിന് മുമ്പത്തെ ക്വസ്റ്റൻ ആണോ മോനെ ആൻസർ പറഞ്ഞത്? അല്ല, ഇതിനകത്ത് സി എന്നൊരു ഓപ്ഷൻ വരാൻ വഴിയില്ലായിരുന്നല്ലോ. അനന്തു മോനെ ആൻസർ കിട്ടിയോ? നിജിൽ എവിടെ പോയി? ഹൃഷികേഷിന് കറക്റ്റ് ആൻസർ കിട്ടിയായിരുന്നു. മക്കളെ ആരൊക്കെ ഉണ്ട്? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലാരിറ്റി ഉണ്ടല്ലോ ഇതിൻ്റെ സൊല്യൂഷനിൽ? ഓക്കെ അല്ലേ? ഹെൻറി, ദേവാനന്ദൻ, അനന്തു സജി ഓക്കെ ആണ്. ഓൾ റൈറ്റ്. അനന്തു ട്രൈ ചെയ്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ? അനന്തു ട്രൈ ചെയ്തിരുന്നു ഈ ക്വസ്റ്റ്യൻ? മക്കളെ, ഞാൻ അടുത്ത ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഇതിവിടെ നിങ്ങൾ നോക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ഞാനൊന്ന് പറയാം. ശ്രദ്ധിച്ച എല്ലാവരും. ക്വസ്റ്റ്യൻ എന്താണെന്ന് പറയാം. നിങ്ങൾ ഈ കാണുന്ന സെറ്റപ്പിൽ നോക്കിക്കേ, ഒരു സെമി സർക്കുലർ ആർക്കിൻ്റെ പകുതി ഭാഗം പോസിറ്റീവ്ലി ചാർജറും പകുതി ഭാഗം നെഗറ്റീവ്ലി ചാർജറുമാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഒ എന്ന് പറയുന്ന പോയിന്റിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇത് ഒരു യൂണിഫോം, അതായത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്.
ഓക്കെ, ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ എടുക്കുന്നില്ല ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട്, കാരണം ഫോഴ്സിൻ്റെ കേസിൽ ഞാൻ അത്യാവശ്യം ഡിസ്ക്രീറ്റ് ചാർജ് എടുത്തു. സോ ഇവിടെ ഫീൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എടുക്കുന്ന ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസാണ്. സോ ഒരു സെമി സർക്കുലർ ആർക്കിൻ്റെ പകുതി ഭാഗം പോസിറ്റീവ്ലി ചാർജസ് കൊടുത്തിരിക്കുന്നു, റിമൈനിങ് ഹാഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒ എന്ന് പറയുന്ന പോയിന്റിലെ എന്താണ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്കുള്ള സമയം 1 മിനിറ്റ് ഇവിടെ തുടങ്ങി. പെട്ടെന്നായിക്കോട്ടെ. 30 സെക്കൻഡ്. ഓക്കെ, സോ നമുക്ക് സി ഓപ്ഷൻ ആണോ ഡി ആണ്. സ്വരാഗ് ഷെലിൻ സർ ഹായ്. സ്വരാഗ് മോനെ കറക്റ്റ് ആൻസർ ആണ്. അനന്തു സജി മോനെ ഡയറക്ഷൻ എടുത്തതിനകത്ത് കുഞ്ഞിന് തെറ്റ് പറ്റിയിട്ടുണ്ട്, അതൊന്ന് നോക്കുക കേട്ടോ. ഡയറക്ഷൻ എടുത്തതിനകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് ബ്രീഫ് ചെയ്യാം. ശ്രദ്ധിച്ച മക്കളെ, ഇതിൻ്റെ സൊല്യൂഷൻ പാർട്ടിലോട്ട് നമുക്കൊന്ന് പോകാം. നോക്കുക, നമ്മുടെ കയ്യിലുള്ളത് ഒരു സെമി സർക്കുലർ ആർക്കാണ്, ശരിയല്ലേ? ആണല്ലോ. മക്കളെ ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ഇച്ചിരി കൺസെപ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യേണ്ട. നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്നറിയോ മക്കളെ? ഇത് കണ്ടോ, ഇവിടുന്ന് തീറ്റ ആംഗിൾ മാറി ഉള്ളൊരു സ്ട്രിപ്പ് എടുക്കും. സോ ഇതാണ് നമ്മൾ എടുക്കുന്ന സ്ട്രിപ്പ്. ഇത് കണ്ടോ, ആ സ്ട്രിപ്പ് ഞാനിവിടെ വേറെ ഒരു കളർ കോഡിൽ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ആ സ്ട്രിപ്പ്. സോ ഇവിടെയുള്ള ചാർജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? DQ ആയിരിക്കും. എത്രയായിരിക്കും? DQ ആയിരിക്കും. ഫൈൻ. ആ ഒരു സ്മോൾ ചാർജ് കാരണം ഇവിടെ ആക്ട് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, DE ആയിരിക്കൂലേ? എന്തായിരിക്കും? DE ആയിരിക്കും. സോ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ മക്കളെ ഈ ആംഗിളും തീറ്റ വരണം. സോ ഈ DEക്ക് 2 കമ്പോണൻ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. ഒന്ന് DE കോസ് തീറ്റയും 2 DE സൈൻ തീറ്റയും. DE സൈൻ തീറ്റയും ആണല്ലോ, ശരിയല്ലേ? DE കോസ് തീറ്റ ഉണ്ടാവും, അതുപോലെ തന്നെ DE സൈൻ തീറ്റ ഉണ്ടാവും. ഫൈൻ. ഇനിയും നമ്മൾ മറ്റൊരു ഷെല്ല് കൂടെ ഇവിടെ കൺസിഡർ ചെയ്യുക, മറ്റൊരു റിങ് കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിവിടെ മറ്റൊരു റിങ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള സെഗ്മെൻറ്റിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത്. അവിടെയും ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു തീറ്റ ആംഗിൾ മാറി ഒരു സ്ട്രിപ്പ് എടുക്കുന്നു. ഇത് കണ്ടോ, തീറ്റ ആംഗിൾ മാറി ഒരു സ്ട്രിപ്പ് എടുത്തു. പക്ഷേ ഇവിടെ ഉള്ളത് പോസിറ്റീവ് ചാർജ് ആയിരുന്നു എങ്കിൽ മക്കളെ, ഇവിടെ ഉണ്ടായിരുന്നത് പോസിറ്റീവ് ചാർജ് ആയിരുന്നു എങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ചാർജ് എന്താണ്? നെഗറ്റീവ് അല്ലേ? എന്താണ്? നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് DE ഈ ഡയറക്ഷനിലായിരിക്കും. സോ ഹിയർ ഓൾസോ വി ആർ ഹാവിങ് 2 കമ്പോണൻറ്റ്. എന്ത്? DE കോസ് തീറ്റ ഹൊറിസോണ്ടൽ വരുമ്പോൾ DE സൈൻ തീറ്റ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? മുകളിലോട്ടായിരിക്കും. ഒരു കാര്യം നിങ്ങളിവിടെ മിസ് ചെയ്യരുത്, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതിൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റ് താഴോട്ടാണ് എങ്കിൽ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇതിൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുകളിലോട്ടാണ്. ശരിയല്ലേ? നിജിൽ മുഹമ്മദ് കറക്റ്റാണ്, മുകളിലോട്ടാണ്. സോ എന്ത് സംഭവിക്കും? ഇവർ തമ്മിൽ ക്യാൻസൽ ആയി പോകും. സോ നെറ്റ് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ
നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞു വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തതിൻ്റെയും രണ്ടാമത്തിൻ്റെയും ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ സമ്മേഷൻ എടുക്കുക, മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്താൽ ആൻസറിലൂടെ നമുക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാർജ് ഒരു പാർട്ട് എടുക്കുന്നു, ഒന്നെങ്കിൽ ഞാൻ എ എടുക്കും അല്ലെങ്കിൽ എനിക്ക് ബി എടുക്കാൻ പറ്റും. സോ ഞാൻ തൽക്കാലം കൺസിഡർ ചെയ്യാൻ പോകുന്നത് എ ആണ്. സോ അങ്ങനെയാണ് എങ്കിൽ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, നോക്കിക്കേ മക്കളെ, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓഫ് അല്ലേ തീറ്റ ഈക്വൽ ടു 0 to π/2. കാരണം ഇവിടെ വരെ എത്തിച്ചാൽ മതി. 0 to π/2 ടൈംസ് എന്തായിരിക്കും, DE ടൈംസ് കോസ് തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ആണല്ലോ, അനന്തു സജി കറക്റ്റാണ്. DE ടൈംസ് കോസ് തീറ്റ ആയിരിക്കും. സോ വിച്ച് മീൻസ്, ശ്രദ്ധിച്ചേ, ക്യാപിറ്റൽ E ഈസ് ഈക്വൽ ടു ഡിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1/4πε0, 1/4πε0 അല്ലേ. DQ എന്ന് പറയുന്നത് എന്ത് വരും, ലാംഡ ഇൻറ്റു DL എന്ന് വരും, ലാംഡ ഇൻറ്റു DL, അതാണ് DQ എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ 1/4πε0 DQ ഡിവൈഡഡ് ബൈ R സ്ക്വയർ. R സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ റേഡിയസ് ആണ് അല്ലേ, R സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ ആണല്ലോ. നമ്മൾക്കറിയാം ആർക്ക് ബൈ റേഡിയസ് ഈക്വൽ ടു എന്തായിരിക്കും, ആംഗിൾ ഇൻക്ലൂഡഡ് അല്ലേ, അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡി തീറ്റ ആയിട്ട് എടുക്കാം. ഏത് ആംഗിളാണ് അത്, ഈ ആംഗിളാണ് ഡി തീറ്റ എന്ന് പറയുന്നത്. സോ ഈൻ്റെ വാല്യൂ എന്ത് വന്നു മക്കളെ, E ഈസ് ഈക്വൽ ടു 1/4πε0, ഓൾ റൈറ്റ്, ഇൻറ്റഗ്രൽ ഓഫ്, ഇത് ഡിൻ്റെ വാല്യൂ ആയിരുന്നു അല്ലേ, എന്തായിരുന്നു, ഡിൻ്റെ വാല്യൂ ആയിരുന്നു. ഡിൻ്റെ വാല്യൂ ആണ് നമ്മൾ എടുത്തത് കേട്ടോ, ഡി കോസ് തീറ്റാൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ എടുത്തത്. സോ ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് വന്നു, ഇൻറ്റഗ്രൽ 0 to π/2. ഓക്കെ, ഡിൻ്റെ വാല്യൂ 1/4πε0 നമ്മൾ വെളിയിലോട്ട് എടുത്തിട്ടുണ്ട്. ലാംഡ ഇൻറ്റു DLന് പകരം എന്ത് വരടാ, DLന് പകരം R ടൈംസ് ഡി തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വന്നു, R സ്ക്വയർ എന്ന് വന്നു. മക്കളെ ഇതുവരെ ഓക്കെ ആണല്ലോ, ഇതുവരെ ഓക്കെ അല്ലേ, ഇതുവരെ ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫർദർ സ്റ്റെപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു പാർട്ട് എടുക്കുകയാണ്. We are taking this to the next page. We are taking this to the next page. Okay. So ശ്രദ്ധിക്കുക, ഇതുണ്ടോ, ഫൈൻ. അപ്പം നോക്കിക്കുക മക്കളെ, എന്താ ഇവിടെ വാല്യൂ എന്ന് പറയുന്നത്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 1/4πε0, ഓൾ റൈറ്റ്. ലാംഡ ഇവിടെ ഈ ആറും ഇതുമായിട്ട് കട്ടായി പോയിക്കോളും. സോ ലാംഡ ബൈ ആർ എന്നുള്ളത് വെളിയിൽ വന്നു. ഓക്കെ, ഇൻറ്റഗ്രൽ ഓഫ് കോസ് തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, സൈൻ തീറ്റ എന്ന് വരും. ആൻഡ് ദിസ് ഈസ് ബിറ്റ്വീൻ ദ ലിമിറ്റ് എന്താണ്, 0 to π/2 ആണ്. ഓക്കെ അല്ലേ മക്കളെ? സോ അപ്പോൾ ഇതെന്തായടാ, ഒരെണ്ണത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് ഞാൻ എടുക്കുന്നത്, 1/4πε0 അല്ലേ, ഒരെണ്ണത്തിൻ്റെ ആണ് ലാംഡ ബൈ ആർ എന്ന് വന്നു. സോ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് O എന്ന് പറയുന്നത് എന്ത് വരും, 2 ടൈംസ് ലാംഡ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു എന്ന് വന്നു, R എന്ന് വന്നു. ശരിയല്ലേ? ആണല്ലോ, ഓക്കെ അല്ലേ മക്കളെ? ഇനിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തൊക്കെയാണ് വാല്യൂസ് ഇവിടെ തന്നിട്ടുള്ളത്, ശ്രദ്ധിച്ചേ. വാല്യൂസിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് Q ആണ്, ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ആ ചാർജിൻ്റെ വാല്യൂ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10⁻³ ചാർജ് എത്രയാണ്, 10⁻, Q എന്ന് പറയുന്നത് 10⁻³ ടൈംസ് ε0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ, വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്, 20 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ലാംഡ ഇവിടെ കിട്ടും, കാരണം ചാർജ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. പക്ഷേ ആറിൻ്റെ വാല്യൂ അറിയത്തില്ല. അത് നമുക്ക് എങ്ങനെ എഴുതാം, പൈ ടൈംസ് ആർ അല്ലേ. പൈ ടൈംസ് ആർ ഈക്വൽ ടു എന്ത് വരണം, എൽ എന്ന് വരണ്ടേ. പൈ ടൈംസ് ആർ ഈക്വൽ ടു എന്തെന്ന് വരണം, എൽ എന്ന് വരണം. ആണല്ലോ. ഹായ് മോനെ, ഹായ് രാജൻ സർ, ഹലോ സർ. സോ പൈ ടൈംസ് ആർ ഈക്വൽ ടു എൻ എന്ന് വന്നു. സോ അങ്ങനെയാണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എത്തുമ്പോഴത്തേക്ക് എന്തായി, E ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലാംഡാൻ്റെ വാല്യൂ നമുക്ക് എന്ത് എഴുതാം, ലാംഡാൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Q/L എന്ന് വരത്തില്ലേ, Q ഡിവൈഡഡ് ബൈ L എന്ന് വരും, ഡിവൈഡഡ് ബൈ 4πε0 അല്ലേ, ഇൻറ്റു ആറിൻ്റെ വാല്യൂ എന്ത് വന്നടാ, ആറിൻ്റെ വാല്യൂ എന്ന് എന്ത് വന്നു, L/π എന്ന് വന്നു. ശരിയല്ലേ? ആണല്ലോ.
ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തൊക്കെ സംഭവിക്കും മക്കളെ? ഫൈൻ. ഇതിനകത്തോട്ട് ഇനി വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? ലൈക്ക് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, പയ്യും കട്ടായി പോകും, ശരിയല്ലേ? ഫൈൻ. പിന്നെന്താണുള്ളത്? ഹിയർ ഇറ്റ് ഈസ് 2 into ക്യൂവിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ക്യൂവിൻ്റെ വാല്യൂ പറഞ്ഞേ. ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10⁻³ എപ്സിലോൺ നോട്ട്, 10⁻³ ടൈംസ് എപ്സിലോൺ നോട്ട് അല്ലേ? ഓൾ ഡിവൈഡഡ് ബൈ L² into 4 ടൈംസ് എപ്സിലോൺ നോട്ട് എന്ന് വന്നു. ഇവിടെ എപ്സിലോണും ക്യാൻസൽ ആകും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് 20 സെൻറ്റിമീറ്റർ എന്നാണ്. സോ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകും 25 into 10⁻³ ന്യൂട്ടൺ പെർ കൂളും എന്ന വാല്യൂയിലോട്ട് കിട്ടും. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ അല്ലേ? സംശയമൊന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഓൺലൈനിലുള്ള കുട്ടികൾ ആ ഒരു പാറ്റേൺ നമ്മുടെ ആ ഫോളോ ചെയ്ത് പോയ ഒരു മെത്തേഡ് ക്ലിയർ ആണോ എന്ന് ഉള്ളത് ഒന്ന് റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ്. ഓൾ റൈറ്റ്. ഓക്കെ ഫൈൻ. സോ അടുത്തത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൻ്റെ ഫിഗറിനകത്ത് ചെറിയൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ചിലപ്പോൾ കാണൂല. ഫൈൻ. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ, അതായത് മീൻസ് ഈ രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലൈക്ക് ഈ ക്വസ്റ്റ്യൻ ഇടാനുള്ളൊരു കാരണം മറ്റൊന്നുമല്ല, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ഫൈൻ. സോ അതിനകത്ത് NCERT-ക്കകത്ത് പറയുന്ന പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾക്കറിയാം പോസിറ്റീവ് ചാർജസിൽ നിന്നിട്ടും ലൈൻസ് ഓഫ് ഫോഴ്സ് എമിറ്റ് ചെയ്യുമെന്നും നെഗറ്റീവ് ചാർജസിൽ ടെർമിനേറ്റ് ചെയ്യുമെന്നുമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സോഴ്സ് കാരണമുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാരണം എന്താ പറയുക, ചാർജസിൽ നിന്നുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ക്ലോസ് ലൂപ്പ് ഉണ്ടാക്കൂല. അതുപോലെ തന്നെ ദേ ആർ നെവർ ഗോയിങ് ടു ഇൻ്റർസെക്ട് ഈച്ച് അതർ. സ്ട്രോങ് ഫീൽഡിൽ വരുമ്പോഴത്തേക്കും അവർ തമ്മിലുള്ള സ്പേസിങ് എന്ന് പറയുന്നത് അടുത്തായിരിക്കും. കമ്പാരിറ്റീവ്ലി വീക്കർ ഫീൽഡിലോട്ട് പോകുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള ഫീൽഡ്സ് ഓഫ് എന്താ പറയുക റിലേറ്റീവ് സെപ്പറേഷൻ എന്ന് പറയുന്നത് കൂടി വരും. അതുപോലെ തന്നെ ഒരു ചാർജ് കണ്ടക്ടറുമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ആയിരിക്കും. ഓക്കെ, ഒരു കണ്ടക്ടറിനകത്തൂടെ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകില്ല. സോ ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് അറിഞ്ഞിരുന്നാൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ആൻസറിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലൈക്ക് ഒരു പ്രീവിയസ് ഇയർ ആണ് നിങ്ങൾ പലരും ചിലപ്പോൾ ഒരു എന്താ പറയുക കണ്ടുമുട്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. സോ വിസിബിലിറ്റി കുറവായതുകൊണ്ടാണ്. സോ അതിൻ്റെ ആ ഒരു പെർപെൻഡിക്കുലാരിറ്റി ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു സർഫേസുമായിട്ടൊരു 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്ന കേസ് നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലോട്ട് വരാൻ പറ്റും. അതായിരുന്നു എൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സിമിലർ പാറ്റേണുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസിലായിട്ട് എന്ത് വെച്ചിരിക്കുന്നു, നമ്മൾ ഒരു ചാർജ് വെച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ഏതാണെന്നാണ് ചോദ്യം. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ ഒരു ടൈപ്പ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക പരിചയപ്പെടുത്തിയിട്ട് മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ കൺസിഡർ ചെയ്തത്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ഒന്നും നോക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് മസ്റ്റ് ബി എന്തായിരിക്കണം, സി ആയിരിക്കണം. അതല്ല, ഒരു പ്രോപ്പർട്ടീസിൻ്റെ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് എന്ത് ചെയ്യുക, ഒരിക്കലും അതെ എനിക്കറിയാം ഒരു ഡയഗ്രത്തിനകത്തൊരു ചെറിയൊരു റെസൊല്യൂഷനിലൊരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രോപ്പർട്ടീസ് നല്ല രീതിയിൽ ഓർത്തിരിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, അടുത്തത് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഇത് പറയുന്നത് ഇതൊരു ഫ്ലക്സ് എന്താ പറയുക. സോ നമ്മളിപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എവിടോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ്, ഫ്ലക്സിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾക്ക് തന്നിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് അല്ല. വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് വേരി ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, വൈ ആക്സിസിലാണ് ആക്ട് ചെയ്യുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് മാത്തമാറ്റിക്കലി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇ വെക്ടർ ഈസ് ഈക്വൽ ടു 150 ടൈംസ് y² along j ക്യാപ്പ് എന്ന് പറയുന്നു. ആണല്ലോ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് ഒരു ക്യൂബ് തരുന്നു. ആ ക്യൂബിൻ്റെ ഡയമെൻഷൻ, അതായത് സൈഡ്സ് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആണ്.
സോ ഈ ഒരു അറേഞ്ച്മെൻറ്റ്, ഈ ഒരു ക്യൂബ് നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണുന്ന രീതിയിൽ വെക്കുകയാണ് എങ്കിൽ, അങ്ങനെ വെക്കുകയാണ് എങ്കിൽ അതിനകത്ത് ആ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ ഈ ക്യൂബ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. ഈ ക്യൂബ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. സോ ആസ് യൂഷ്വൽ ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് തരുന്ന സമയം 1 മിനിറ്റ്. പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ മക്കളെ, പെട്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. അഭിജിത്ത് എം എസ് ബി എന്ന ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് കറക്റ്റ് ആണോ എന്ന്. വൈഷ്ണവ്, ഹൃഷികേഷ്, അനന്തു, നിങ്ങളൊക്കെ പ്രീവിയസ് നിജിൽ മുഹമ്മദും ബി എന്ന ആൻസറിലോട്ടാണ് എത്തിയിരിക്കുന്നത്. ഇനി വേറെ ആരാ ഉള്ളത്? വൈഷ്ണവ് ബി എന്ന ഓപ്ഷനിലോട്ട് എത്തിയിരിക്കുന്നു. അനന്തു, മധു ബി എന്ന ഓപ്ഷൻ എത്തിയിരിക്കുന്നു. ഹംസ ബി എന്ന ഓപ്ഷൻ. മുഹമ്മദ് ഫാദിൽ, സ്വരാഗ്, ക്ലാഷ് ഓഫ് കിങ്, അനന്തു, സജി. യെസ്, വെരി ഗുഡ്. കറക്റ്റ് ആൻസർ ആണ് നിങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ മക്കളെ, നമുക്കറിയാവുന്ന കാര്യമാണ് ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് അല്ലേ. ടോട്ടൽ ഫ്ലക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്നത് 5 = 1/ε0 ടൈംസ് എന്തായിരിക്കണം? ചാർജ് എൻക്ലോസ്ഡ് ആയിരിക്കണം. ശരിയല്ലേ സർ? ആ ചെയ്ത ക്വസ്റ്റ്യനിൽ ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഗോസ് തിയറമാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് 5 = 1/ε0 ടൈംസ് എന്താകണം? Q വരണം. ശരിയല്ലേടാ? സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E = 150 ടൈംസ് y² J ആണ്. സോ നമ്മൾക്ക് തന്നിട്ടുള്ള ഈ ഒരു സെറ്റപ്പിനകത്ത് ഇവിടെ 2 സർഫേസ് ആണുള്ളത്. ഒന്ന് സർഫേസ് നമ്പർ 1ഉം രണ്ടാമത്തെ സർഫേസ് നമ്പർ 2. സർഫേസ് നമ്പർ 1ഉമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായി പോകും? 0 ആയി പോകും. കാരണം എന്താണ്? അവിടെ വൈൻ്റെ വാല്യൂ 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്തായി പോകും? 0 ആയി പോകും. ശരിയല്ലേ? ഇനിയും രണ്ടാമത്തെ സർഫേസുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രിക് ഫീൽഡ് φ2 എന്ന് പറയുന്നത് അവിടുത്തെ വൈൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ 0.5 വരും. കാരണം ഈ ഒരു ക്യൂബിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 0.5 ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്ത് വന്നു? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 150 ടൈംസ് y എന്ന് പറയുന്നത് 0.5, അതിന് നമ്മൾക്ക് 1/2 എന്ന് എഴുതാം. സോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 150 × 1/2 എന്ന് വന്നു. ശരിയല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ അവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ 0.5 × 0.5 അഗെയിൻ 0.5² വരണം. അതായത് അഗെയിൻ 1/2 ദ ഹോൾ സ്ക്വയർ ആണല്ലോ. അതായത് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 150 ഡിവൈഡഡ് ബൈ അല്ലേ, ഡിനോമിനേറ്ററിൽ 4 ഉണ്ടാവും, ഇവിടെ 4 ഉണ്ടാവും, എന്ത് വരുന്നു? 16 എന്ന് വന്നു. എത്ര വന്നു? 16 എന്ന് വന്നു. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 5 = എന്ത് വന്നു മക്കളെ? 5 = 150 ഡിവൈഡഡ് ബൈ 16, ദാറ്റ് ഈസ് ഇക്വൽ ടു 1/ε0 ടൈംസ് എന്ത് വരണം? Q എന്ന് വരണ്ടേ? ആണല്ലോ. ശരിയല്ലേ? വിച്ച് മീൻസ് Q എന്ന് പറഞ്ഞാൽ എന്ത് വന്നടാ? Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ε0 ടൈംസ് 150 ഡിവൈഡഡ് ബൈ 16 എന്ന് വരും. സോ ഞാനിതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ε0ൻ്റെ വാല്യൂ നമ്മൾക്കറിയാം 8.85 × 10⁻12 വരണം. ശരിയല്ലേ? ഇൻറ്റു 10 ഞാൻ വെളിയിലോട്ട് എടുക്കുന്നു. ഇതിനെന്ത് ചെയ്യാൻ പോവാണ്? 15/16 എഴുതാൻ പോവാ. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ദിസ് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 1. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ നോക്കിക്കേടാ, ഇത് ക്ലോസ് ടു 1 ആയിട്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ആൻസർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 8.85 ഇൻറ്റു എന്ത് വരണം? 10⁻11 എന്ന് വരണം. ഇതിനോട് അടുത്ത് കിടക്കുന്ന ആൻസർ നോക്കുകയാണെങ്കിൽ 8.3 × 10⁻11. സോ ഓപ്ഷൻ ബി ഷുഡ് ബി ദ കറക്റ്റ് ചോയ്സ്. കറക്റ്റ് അല്ലേ കുഞ്ഞേ? മക്കൾക്ക് മനസ്സിലായല്ലോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓൺലൈനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ആൻസർ ഒരു മെജോറിറ്റിക്കും ഇതിൻ്റെ ആൻസറിലോട്ട് പെട്ടെന്ന് എത്താൻ പറ്റിയായിരുന്നു. എന്നിരുന്നാലും കിട്ടാൻ വൈകി പോയവർക്ക് വേണ്ടിയിട്ടൊന്ന് സോൾവ് ചെയ്തതാണ്.
I believe it was okay with you. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓൾ റൈറ്റ്, ശ്രദ്ധിച്ചേ. ഹിയർ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ റീജിയൻ ഈസ് ഗിവൺ ബൈ എന്താണ് 3/5 E0 I cap പ്ലസ് 4/5 E0 J cap എന്ന് പറയുന്നുണ്ട്. The ratio of flux for the reported field through a rectangular surface area 0.2 meter square parallel to YZ plane and an area of 0.3 meter square parallel to XZ plane is A is to B. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും മടി കാണിക്കരുത്. XYZ പ്ലെയിൻ വരച്ചതിന് ശേഷം മാത്രം സോൾവ് ചെയ്യണം. ഓക്കെ ആണല്ലോ. സോ നമ്മുടെ കയ്യിൽ 2 പ്ലെയിൻ ആണുള്ളത്. ഒന്ന് ഏതാണ്? ഒന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഏത് ഒന്നാമത്തെ കേസ് ഏതാണ് മക്കളെ? ഒന്നാമത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏത് പ്ലെയിനിലാണെന്നാണ്? YZ പ്ലെയിനിലല്ലേ. സോ YZ പ്ലെയിൻ. സോ YZ പ്ലെയിനുള്ള ഏരിയ അതേ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, ഇത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് 0.2 മീറ്റർ സ്ക്വയർ. അതിനുശേഷമുള്ളത് XZ പ്ലെയിൻ ആണ്. ഇത് X ആണ്, ഇത് Z ആണ്. അടുത്ത നമ്മളോട് പറഞ്ഞിരിക്കുന്നത് XZ പ്ലെയിനിലെ ഏരിയ, ശരിയല്ലേ? സോ XZ പ്ലെയിനിലെ ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഡയഗ്രത്തിൻ്റെ പെർഫെക്ഷൻ ഒന്നും അത്രയ്ക്ക് കാര്യമാക്കണ്ട, അതൊരു വലിയ പ്രശ്നമല്ല ഇവിടെ. ഓൾ റൈറ്റ്, ഇത് എത്രയാണ്? 0.3 മീറ്റർ സ്ക്വയർ ആണ്, ശരിയല്ലേ? സോ ഈ 2 പ്ലെയിൻ ആണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ 2 പ്ലെയിനുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന് നമ്മൾ 1 എന്ന് പേര് കൊടുക്കുമ്പോൾ ഇതിന് നമ്മൾ എന്തെന്ന് പേര് കൊടുക്കുന്നു? 2 എന്ന് പേര് കൊടുക്കുന്നു, ശരിയല്ലേ? സോ സർഫേസ് നമ്പർ 1ഉമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നത് ഏത് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും? X ആക്സിസിലല്ലേ, ആണല്ലോ. സോ 5 എന്ന് പറഞ്ഞാൽ മക്കളെ, 5 എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഏരിയ എന്ന് പറയുന്നത് 0.2 മൾട്ടിപ്ലൈഡ് ബൈ X ആക്സിസിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/5 ആണ്, ആണല്ലോ. 5 എന്ന് പറഞ്ഞാൽ ഏരിയ എത്രയാണ്? 0.3 അല്ലേ? 0.3 ആണല്ലോ. അതുപോലെ തന്നെ അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്നത് XZ പ്ലെയിനിൽ കിടക്കുന്ന ഏരിയയുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ അതിന് ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കാൻ പോകുന്നത് Y ആക്സിസിലെ ഫീൽഡ് ആണ്. ദാറ്റ് ഈസ് 4/5 ആണല്ലോ. സോ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 5:1/5:2 എടുക്കുകയാണെങ്കിൽ മക്കളെ നോക്കിക്കേ, 5:1/5:2 എന്നുള്ള റേഷ്യോ നമ്മളിവിടെ എടുക്കുമ്പോൾ എന്തൊക്കെ വരും? 2 × 3/5 അല്ലേടാ. 2 × 3/5 × 3 × 4 മുകളിലോട്ട് 5 പോകും. ഇതും കട്ടാകും, ആണല്ലോ, ശരിയല്ലേ? ഇവിടുന്ന് കട്ടായി പോകും. ഇതും കട്ടായി പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവുള്ളൂ? 2 കാണത്തുള്ളൂ. സോ 5:1/5:2 അല്ലേ? 5:1/5:2 = 1/2 = A/B. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ വാല്യൂ എന്താണെന്നാണ്. എയുടെ വാല്യൂ നമ്മൾക്ക് 1 കിട്ടി അല്ലേ? അനന്തു സജി, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. ഹൃഷികേഷ് കറക്റ്റ് ആൻസർ കിട്ടി. അനന്തു മധു കറക്റ്റ് ആൻസറിലോട്ടാണ് എത്തിയിരിക്കുന്നത്. വെരി ഗുഡ്. അതിന് മുന്നേ പേരെനിക്ക് ക്ലിയർ അല്ല. ക്ലാഷ് ഓഫ് കിങ്, അടിപൊളി പേരാണ്. ആൻസറും കറക്റ്റാണ്. അഭിജിത്ത് MS കറക്റ്റ് ആൻസറാണ്. എന്തോ ഒരു വേണ്ട, പേരറിയിക്കാൻ പറ്റത്തില്ലാത്ത ആൾ, ആ പേര് വായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നില്ല. ഓപ്ഷൻ 2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തോ റേഷ്യോ എടുത്തപ്പോൾ തിരിഞ്ഞു പോയതാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങളുടെ പാറ്റേൺ കറക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റേഷ്യോ എടുത്തപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് അങ്ങനെ വന്നത് കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് സോ സമയം കളയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. മക്കളെ നോക്കിക്കേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഗോസ് തിയറത്തിൻ്റെ പ്യുവർ ആപ്ലിക്കേഷൻ. ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്. എ ലോങ് സിലിണ്ടറിക്കൽ വോളിയം കണ്ടെയ്ൻസ് എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ചാർജ് ഓഫ് ഡെൻസിറ്റി റോ കൂളും പെർ മീറ്റർ ക്യൂബ്. ചാർജ് ഡെൻസിറ്റി എത്രയാണ്? റോ കൂളും പെർ meter cube. The electric field inside the cylindrical volume at a distance x is equal to 2 epsilon naught times rho meter from its axis എത്രയായിരിക്കുമെന്നാണ് ചോദ്യം. ക്ലിയർ ആണല്ലോ. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സിലിണ്ടർ നമ്മൾക്കിവിടെ തന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ സിലിണ്ടർ വാട്ട് വി ആർ ഹാവിങ്. ഓക്കെ, സോ ദിസ് ഈസ് ദാറ്റ് സിലിണ്ടർ. ആ സിലിണ്ടറിൽ അവർ ഒരു ഡയമെൻഷൻ നമ്മളോട് പറയുന്നു. ആ ഡയമെൻഷനിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾക്കുള്ള പണി, ആണല്ലോ. ഫൈൻ. സോ ദിസ് ഈസ് ദാറ്റ് സിലിണ്ടർ. ഞാൻ അതിൻ്റെ ബേസൂടെ ഒന്ന് ക്രിയേറ്റ് ചെയ്തേക്കാം. വേണ്ട, പണിയാകും തോന്നുന്നു, സമയമെടുക്കും. വേണ്ട, നോക്കിക്കേ, ഇത് കണ്ടോ,
ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഓക്കെ അല്ലേ? സോ സെൻട്രലിൽ നിന്നിട്ടും മക്കളെ, സെൻട്രലിൽ നിന്നിട്ടും എക്സ് ഡിസ്റ്റൻസ് മാറി. സെൻട്രലിൽ നിന്നിട്ടും എക്സ് ഡിസ്റ്റൻസ് മാറി. ആ എക്സിൻ്റെ വാല്യൂ പറയുന്നുണ്ട് എത്രയാണ്? എക്സ് ഈസ് ഈക്വൽ ടു 2 times എപ്സിലോൺ 0 ബൈ റോ. ഈ ഡിസ്റ്റൻസിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്, ഗോസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ ഗോസ് തിയറം എന്ത് പറയുന്നു? ഫൈ ഈക്വൽസ് ടു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽസ് 1 by എപ്സിലോൺ നോട്ട് ടൈംസ് ചാർജ് എൻക്ലോസ്ഡ്. ചാർജ് എൻക്ലോസ്ഡ്, ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ശരിയല്ലേ? സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇ ആയിട്ട് എടുക്കുന്നു. നമ്മൾ അതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? സോ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇ ആയിട്ട് എടുക്കുന്നു. ഡി എസ് എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ? ഡി എസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് 2πx ഇൻറ്റു എൽ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by എപ്സിലോൺ 0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. അതായത് നമ്മളതിനെ സിഗ്മ ക്യൂ എന്ന് കൊടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഫൈൻ. ഓക്കെ ആണ്, ഫൈൻ. അപ്പം നിങ്ങൾ നോക്കിക്കേ, സിഗ്മ ക്യൂ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? സിഗ്മ ക്യൂ എന്ന് പറയുന്ന വാല്യൂ അവിടുത്തെ വോളിയം എന്ന് പറയുന്നത് പൈ എക്സ് സ്ക്വയർ ഇൻറ്റു എത്രയാണ്? എൽ ആണ്. പൈ എക്സ് സ്ക്വയർ ഇൻറ്റു എൽ ആണ് വോളിയം എന്ന് പറയുന്നത് അല്ലേ? പൈ എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ എൽ ഇൻറ്റു ചാർജ് ഡെൻസിറ്റി എത്ര വരും മക്കളെ? ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായി? റോ ആയി ആണല്ലോ. സോ അപ്പോൾ നമ്മളിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നോക്കിക്കേ, ഇ ഇൻറ്റു 2π ടൈംസ് എക്സ് ഇൻറ്റു എൽ ഈക്വൽസ് 1 by എപ്സിലോൺ നോട്ട് ടൈംസ് ടോട്ടൽ ചാർജിൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട് പൈ ടൈംസ് എക്സ് സ്ക്വയർ എൽ ഇൻറ്റു എന്ത് വന്നു? റോ എന്ന് വന്നു. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, വാല്യൂസ് നോക്കുക. പൈയും കട്ടായി പൊക്കോളും, എല്ലും കട്ടാകും. ശരിയല്ലേ? എക്സ് സ്ക്വയറും എക്സും കട്ടാകും. ശരിയല്ലേ കുഞ്ഞേ? അപ്പോൾ നമുക്ക് എന്ത് വന്നു? 2 times ക്യാപിറ്റൽ ഇ. 2 times ക്യാപിറ്റൽ ഇ ഈക്വൽസ് 1 by എപ്സിലോൺ 0 ടൈംസ് അല്ലേ റോ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 times എപ്സിലോൺ ബൈ റോ എന്നാണ് എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത്. ശരിയല്ലേ? സോ എപ്സിലോണും കട്ടാകും, ടൂവും കട്ടാകും, റോയും കട്ടാകും. ഈൻ്റെ വാല്യൂ എന്ത് വന്നു? ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഈക്വൽ ടു 1 എന്ന ആൻസറിലോട്ട് കിട്ടി. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? മനസ്സിലായോ? ഈ ആൻസറിനെ കുറിച്ചാണോ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്തിരിക്കുന്നത്? യെസ് 1 ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട് മക്കളെ. ഇലക്ട്രിക് ഫീൽഡ് ഇതിനകത്ത് ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഉറപ്പല്ലേ മക്കളെ? ഒന്ന് കമൻറ്റ് ചെയ്യണേ പ്ലീസ്, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടിപൊളി. ഓൾ റൈറ്റ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്തൊരു ക്വസ്റ്റിനോട്ട് ശ്രദ്ധിക്കുക. ഇതും ഗോസ് തിയറത്തിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്, വൈഷ്ണവ്. ഓക്കെ മക്കളെ, ഇതും ഗോസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ശ്രദ്ധിച്ചേ. ലെറ്റ് എ ടോട്ടൽ ചാർജ് 2q ഓഫ് 2q be distributed on a sphere of radius capital R with charge density rho as function of R equal to k times R. Okay, k times R, where small letter r is the distance from the center എന്ന് പറയുന്നുണ്ട്. 2 charges A and B of minus q each are placed on diametrically opposite points at a equal distance small letter a from the center. അങ്ങനെയാണെങ്കിൽ if capital A do not experience net force, then എയുമായിട്ടുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? അതായത് നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്ത് തന്നിട്ടുണ്ട്? ഒരു സ്പിയറിനകത്തൊരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. ആ സ്പിയറിൻ്റെ റേഡിയസ് എത്രയാണ്? ആ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. എത്രയാണ്? ക്യാപിറ്റൽ ആർ. ശ്രദ്ധിക്കുക, ഇതുണ്ടോ? ക്യാപിറ്റൽ ആർ ആണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2q ചാർജ് ആണുള്ളത്. ശരിയല്ലേ? ഇനിയും ഈ ഒരു സ്പിയറിൻ്റെ
ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇത് കണ്ടോ, റോ ഈസ് ഫങ്ഷൻ ഓഫ് ആർ ആൻഡ് ദാറ്റ് ഈസ് വേരിയിങ് ആസ് കെ ടൈംസ് ആർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്നിട്ടും എ ഡിസ്റ്റൻസ് മാറി. ഫ്രം ദ സെൻറ്റർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എ we are having charges minus q and minus q. This is A and here this is B. If these charges are experiencing no net force, if they are experiencing no net force, അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന റിലേഷൻ വെച്ച് നോക്കുമ്പോൾ വാട്ട് കുഡ് ബി ദ പോസിബിൾ വാല്യൂ ഓഫ് സ്മോൾ ലെറ്റർ എ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ മക്കളെ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കുക. ആദ്യമേ നമ്മൾ ഇതിൻ്റെ നെറ്റ് ചാർജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിലോട്ട് നമുക്കൊന്ന് നോക്കാം. ഫൈൻ. സോ ഇതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു ഷെൽ അസ്യൂം ചെയ്യുക. എക്സ് ഡിസ്റ്റൻസ് മാറി എന്ത് അസ്യൂം ചെയ്യണം? ഒരു ഷെൽ നിങ്ങൾ അസ്യൂം ചെയ്യണം. ഇത് കണ്ടോ, എക്സ് ഡിസ്റ്റൻസ് മാറി ഒരു ഷെൽ അസ്യൂം ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം 4π എക്സ് സ്ക്വയർ ഇൻറ്റു എന്തായിരിക്കും? ഡി എക്സ് ആയിരിക്കും ഈ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത്, ഡി വി അല്ലേ? സോ ഈ ഷെല്ലിൻ്റെ വോളിയമാണ് ഞാൻ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഷെല്ല് ഹോൾഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ക്യു ആയിരിക്കും. ആ ഡി ക്യു എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ? 4π ഇൻറ്റു എക്സ് സ്ക്വയർ ടൈംസ് ഡി എക്സ് ഇൻറ്റു ഇവിടുത്തെ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് വരും? കെ ടൈംസ് എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 2q അല്ലേ? അത് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓഫ് ഡി ക്യു ഫ്രം 0 ടു ക്യാപിറ്റൽ ആർ ആവണ്ടേ? സോ നമുക്ക് പറയാൻ പറ്റും 2 ടൈംസ് ക്യാപിറ്റൽ ക്യു ഈസ് ഗോയിങ് ടു ബി 4 ടൈംസ് പൈ ഇൻറ്റു ഇവിടെ നിങ്ങൾ നോക്കിയടാ, ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അപ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് എന്ന് വരും. ഇവിടെ ഒരു കെ ഉണ്ട് അല്ലേ? സോ എക്സ് ക്യൂബ് ഇൻ്റഗ്രൽ ഓഫ് എന്ത് വരും? എക്സ് ക്യൂബ് ടൈംസ് ഡി എക്സ് ബിറ്റ്വീൻ ദ ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ ആർ എന്ന് വരും. which will leave answer as 2q is equal to മക്കളെ നോക്കിക്കേ 4π into k times ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ we are going to get this as r to power 4/4 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ 4ഉം കട്ടാകും. ഇവിടുന്ന് എനിക്ക് പറയാൻ പറ്റും 2q upon പൈ ടൈംസ് r to power 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? k ആയിരിക്കും. ഇതുവരെ ഓക്കെ ആണല്ലോ? ഹോളോ ഷെൽ അനന്തു സജി എ എന്ന് പറഞ്ഞ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. മോനെ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ക്ലാഷ് ഓഫ് കിങ് ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റാണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? കെ എന്ന വാല്യൂ കിട്ടി, കെയിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഉള്ളതെങ്കിൽ, അതായത് ഈ ഒരു ഷെൽ ഗ്രോ ചെയ്ത് നമ്മൾ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്മോൾ ഷെൽ ഉണ്ടല്ലോ, ഇത് ഗ്രോ ചെയ്ത് എ റേഡിയസിലാണ് എത്തി നിൽക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചാർജ് എത്രയായിരിക്കും മക്കളെ? അവിടെ ഉണ്ടാകുന്ന ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 ടൈംസ് പൈ ഇൻറ്റു അല്ലേ? 4 ടൈംസ് പൈ ഇൻറ്റു എന്ത് വരും? എ എന്നാണല്ലോ റേഡിയസ് എത്തി നിൽക്കുന്നത്, അപ്പം a to power 4/4 എന്ന് വരത്തില്ലേ? a to power 4/4 ടൈംസ് അല്ലേ? 4 ടൈംസ് പൈ ഇൻറ്റു a to power 4/4 ടൈംസ് കെ എന്ന് വരും. കെയിൻ്റെ വാല്യൂ എത്രയാണ്? കെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2q അല്ലേ കുഞ്ഞേ? 2q ഡിവൈഡഡ് ബൈ പൈ ടൈംസ് r to power 4 ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും പൈയും കട്ടാകും, 4ഉം കട്ടാകും. നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത്? നമ്മുടെ കയ്യിലുള്ളത് 2q അല്ലേ ഇൻറ്റു a to power 4 അപ്പോൺ r to power 4 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇതിപ്പോൾ എന്താണ്? ഇതിനകത്തുള്ള ചാർജാണ് അല്ലേ? അതായത് എ റേഡിയസ് ഉള്ള ആ ഒരു ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ലിൻ്റെ ചാർജാണ് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഇതാണ് എ റേഡിയസ് ഉള്ള ഷെൽ, ശരിയല്ലേ? എ റേഡിയസ് ഉള്ള ഷെല്ലാണ് നമ്മൾ ഈ കാണുന്നത്, ആണല്ലോ? ഫൈൻ. സോ ഇതിനകത്തുള്ള നെറ്റ് ചാർജിനെ നമ്മൾ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് വിചാരിക്കാം. എത്രയാണ് ആ നെറ്റ് ചാർജ് എന്ന് പറയുന്നത്? 2q അല്ലേടാ? 2 ടൈംസ് ക്യാപിറ്റൽ q ഇൻറ്റു a to power 4 ഡിവൈഡഡ് ബൈ r to power 4. ഇനി നമ്മൾക്കിവിടെ ചാർജ് ഉണ്ട്, ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ശരിയല്ലേ?
ആണല്ലോ. അതെത്രയാണ്? ആ ചാർജ് എന്ന് പറയുന്നത് -q അല്ലേ? ആണല്ലോ. സോ ഇവർ നെറ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, വിച്ച് മീൻസ് എയിൽ ബി കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ആര് ബാലൻസ് ചെയ്യണം? സി ബാലൻസ് ചെയ്ത് നിർത്തണം അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ എയിൽ ബി കാരണം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? 1/4πε0 അല്ലേ? ക്യാപിറ്റൽ Q ഇൻറ്റു Q, ദാറ്റ് മീൻസ് Q² ആണല്ലോ. ഓൾ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണല്ലേ? ശരിയല്ലേ? 2 ടൈംസ് എ വരത്തില്ലേ? സോ 2 ടൈംസ് എ എന്ന് പറയുമ്പോൾ എന്ത് വന്നു? 4 ടൈംസ് a² എന്ന് വന്നു. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 1/4πε0. ഇവിടെ സെൻട്രലുള്ള ചാർജ് എത്രയാണ്? 2 ടൈംസ് ക്യാപിറ്റൽ Q അല്ലേ? 2 ടൈംസ് ക്യാപിറ്റൽ Q ഇൻറ്റു a⁴ ഓൾ ഡിവൈഡഡ് ബൈ r⁴ ആണ്. ആണല്ലോ. വെളിയിലുള്ള ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? Q ആണ്. ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ്? a² ആണ്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മക്കളെ, a² കട്ടാകും, Q² കട്ടാകും, കെയും തമ്മിൽ കട്ടായി പൊക്കോളും. ശരിയല്ലേ? ഇനി നമ്മൾക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണ്? ബാക്കിയുള്ള ടേംസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നോക്കിക്കേ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1/4 ഈസ് ഈക്വൽ ടു 2 ടൈംസ് a⁴ ഡിവൈഡഡ് ബൈ r⁴ എന്നല്ലേ? റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ r⁴/8 ഈക്വൽ ടു a⁴ എന്ന് വരും മക്കളെ. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് a ഈസ് ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ 8⁴ എന്ന് വരും. മാച്ച് ചെയ്ത് നോക്കിയാൽ ഓപ്ഷൻ എയുമായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുഞ്ഞുങ്ങളെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണല്ലോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നല്ല കണ്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മൾട്ടി കൺസെപ്റ്റ് കയറി വന്നിട്ടുണ്ട്. സോ ഗോസ് തിയറം വന്നു, അതുപോലെ തന്നെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളും അതിനായിട്ട് വന്നു. മക്കളെ ക്ലിയർ ആണോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യണേ പ്ലീസ്. കമൻറ്റ് ബോക്സിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. വളരെ ഈസി, വളരെ 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 ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്യണം. ഒരേ 1 മിനിറ്റ് സമയം, പെട്ടെന്ന് ചെയ്യണം. ഒരേ 1 മിനിറ്റ് സമയം, പെട്ടെന്ന് പറഞ്ഞേ. ക്ലാഷ് ഓഫ് കിങ്. ക്ലിയർ ആണ്. ക്ലാഷ് ഓഫ് കിങ്ങിൻ്റെ ശരിക്കുള്ള പേരെന്ന് പറയുകയായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. മക്കളെ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് P ഡ്യൂ ടു എ പോയിന്റ് ചാർജ് ഓഫ് 5 × 10⁻⁹ കൂളം ഈസ് 50 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് ഓഫ് P എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ പറയണം, പെട്ടെന്ന് പറയണം. 6 മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. അയ്യോ, കുമ്പിടിയോ ഈശ്വര. സോറി. ആദർശ്. ഓക്കെ, ആദർശ്, ഗുഡ്. അനന്തു മധു. യെസ്. 6 കണ്ടുപിടിക്കാനുള്ള ആയിരുന്നു. സിമ്പിൾ. വളരെ നമുക്കറിയാം എങ്ങനെയാണ് ചെയ്യുക. V ഈക്വൽ ടു 1/4πε0 Q/R. ദിസ് ഈസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അല്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ R കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 1/4πε0 Q/V എടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഹിയർ ദിസ് ഈസ് 9 × 10⁹. Qൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 × 10⁻⁹ ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ്? 50 ആണ് അല്ലേ? 50 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. റീഅറേഞ്ച് ചെയ്താൽ ആൻസറിലോട്ട് എത്താൻ പറ്റും. ശരിയാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമല്ലേ? നോക്കിയാൽ മക്കളെ, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ 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 ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ. ഒന്ന് പൊടാവിയോടൊന്ന് ചിരിപ്പിക്കാൻ. ആഷിഷ്. എന്താണ്? ആഷിഖ്. നോ.
മക്കളുടെ ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അത് അങ്ങനെ പറ്റിപ്പോയി, സോറി. എനിക്ക് ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. സോറി. ശരിക്കുള്ള കുഞ്ഞിൻ്റെ പേരെന്താണേലും മോനെ അത് പെട്ടെന്ന് അത് കണ്ടപ്പോൾ ഞാനൊന്ന് അറിയാണ്ട് ചിരിച്ചു പോയതാ, സോറി കേട്ടോ. For a charged spherical ball, electrostatic potential inside the ball varies as V equal to 2 times A into R square plus B. Okay, fine. Now, if A and B are constant and small letter r is the distance from the center, the volume charge density inside the ball is minus of lambda times A into epsilon എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ the value of lambda is എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ ഇവിടെ വിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. എന്ത് തന്നിട്ടുണ്ട്? വിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, വിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ വിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുവഴി ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചാർജ് ഡെൻസിറ്റി വെച്ച് ഇലക്ട്രിക് ഫീൽഡിന് ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. അതുവഴി നമുക്ക് ലാംഡയിലോട്ട് എത്താൻ പറ്റും. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പാത്ത് എന്ന് പറയുന്നത്. ശരിയാണല്ലോ. സോ നമ്മൾക്ക് വിൻ്റെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ക്യാപിറ്റൽ വി അതായത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ റിലേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇ ഈസ് ഈക്വൽ ടു, അല്ലേ കുഞ്ഞുങ്ങളെ, മൈനസ് ഓഫ് ഡി ബൈ ഡി ആർ ഓഫ് എന്തെന്ന് എഴുതാം? വി എന്ന് എഴുതാം. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് ഡി ബൈ ഡി ആർ ഓഫ് വിൻ്റെ വാല്യൂ എന്താണ്? വിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 times എ ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി ആണ്. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മൈനസ് ഓഫ്, അല്ലടാ, മൈനസ് ഓഫ് 4 times 2 to 4 times എ ഇൻറ്റു ആർ പ്ലസ് 0 എന്ന് വരും. സോ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾക്ക് കിട്ടി എന്ത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 4 times എ ഇൻറ്റു എന്ത് വന്നു? ആർ എന്ന് വന്നു. ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ. ഇനിയും സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വെച്ചിട്ട്, അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറയുന്നത് അറിയോ? നമുക്ക് ഈ ചാർജ് ഡെൻസിറ്റിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ലേ? ആ ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കും. സോ ചാർജ് ഡെൻസിറ്റി വെച്ച് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നോക്കിക്കേ, ആർ ഡിസ്റ്റൻസ് മാറി അത് ഹോൾഡ് ചെയ്യുന്ന ചാർജ് എങ്ങനെയായിരിക്കും? അതെങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക? ഓക്കെ, അത് ഹോൾഡ് ചെയ്യുന്ന ചാർജ് എത്രയായിരിക്കും? അത് ഹോൾഡ് ചെയ്യുന്ന വോളിയം നമ്മൾ ആദ്യമേ നോക്കണം. ആ വോളിയം എന്ന് പറയുന്നത് സ്പെരിക്കൽ ഷെല്ലാണെന്ന്, അല്ലെ, ചാർജ് സ്പെരിക്കൽ ബോൾ. സോ വിച്ച് മീൻസ് വോളിയം എന്ന് പറയുന്നത് എത്ര വരണം മക്കളെ? 4/3 പൈ ആർ ക്യൂബ്, അല്ലേ, ഇൻറ്റു ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയായി? ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ലാംഡ ടൈംസ് എ ഇൻറ്റു എപ്സിലോൺ നോട്ട്. ഇതല്ലേ ഇത് ഹോൾഡ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത്? ആണല്ലോ. ഹോൾഡ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? ഇതാണ്. ശരിയല്ലേ? നെറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇത് വന്നു. സോ നമുക്കറിയാവുന്ന കാര്യമാണ് ഇ ഡോട്ട് ഡി എസ്, അല്ലേ കുഞ്ഞുങ്ങളെ? ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു 1 by ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് ഈക്വൽ ടു 1 by എപ്സിലോൺ നോട്ട് ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്ന് വരും. ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് പറയാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് തീർത്തോട്ടെ കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഗോസ് തിയറം അനുസരിച്ചിട്ട് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ആദ്യമേ നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഗോസ് തിയറം വെച്ചിട്ട് നമ്മൾ ആ ഇലക്ട്രിക് ഫീൽഡിലോട്ട് എത്താനായിട്ട് നോക്കുകയാണ് കേട്ടോ. സോ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇ ഇൻറ്റു സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 times പൈ ഇൻറ്റു ആർ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by എപ്സിലോൺ 0 ടൈംസ്, അല്ലേ? ചാർജ് എൻക്ലോസ്ഡ് നമ്മൾക്ക് ഓൾറെഡി എത്തിയിട്ടുണ്ട്. ചാർജ് എൻക്ലോസ്ഡ് തന്നെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു ഇവിടെ. ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എത്രയാണ്? 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു മൈനസ് ഓഫ് ലാംഡ എ ഇൻറ്റു എന്ത് വരും? എപ്സിലോൺ 0 എന്ന് വരും. ആണല്ലോ. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാം മക്കളെ? ഈ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ നമ്മളിവിടെ എത്തിയിട്ടില്ലേ? എന്താണ് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന? നമ്മൾ ഈ ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു വാല്യൂ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതിനെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് 4 times എ ഇൻറ്റു ആർ ഇൻറ്റു 4 പൈ ഇൻറ്റു ആർ സ്ക്വയർ, അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 by എപ്സിലോൺ 0 ടൈംസ് 4 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു മൈനസ് ഓഫ് ലാംഡ എ ടൈംസ് എപ്സിലോൺ 0 എന്ന് വരും. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? അപ്പോൾ എന്ത് ചെയ്യുക? ക്യാൻസലേഷൻസ് നോക്കുക. 4 പൈയും ക്യാൻസൽ ആകും, അല്ലേ? ആർ സ്ക്വയറും അത് ആർ ക്യൂബായി ഇത് ഇവിടുന്ന് കട്ടായി പൊക്കോളും. ശരിയല്ലേ?
എപ്സിലോൺ സീറോയും പൊക്കോളുമല്ലോ, ശരിയല്ലേ? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെന്താണുള്ളത്? എയും പൊക്കോളും, മൈനസും പോകും. ഇനിയും ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു 4 കിടപ്പുണ്ട് അല്ലേ, താഴെ ഇവിടെ ഒരു 3 കിടപ്പുണ്ട്, ലാംഡ. സോ ലാംഡ ഈക്വൽസ് ടു എന്ത് വന്നു? 12 വന്നു. അതെ, 12 കിട്ടിയിട്ടുണ്ട്. ജീന കഴിഞ്ഞിട്ട് നമ്മുടെ കുമ്പിടിക്ക് 12 കിട്ടിയിട്ടുണ്ട്. അനന്തു സജി, അമൽ KS, അമൽ പേര് പരിചയമുണ്ടല്ലോ, ഹൃഷികേഷ്, സാബിര ഫസ്റ്റ് സെഷൻ്റെ എന്താ പറയുക, അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. സെക്കൻഡ് സെഷൻ്റെ നോട്ടിഫിക്കേഷൻസ് സൈലത്തിൻ്റെ യൂട്യൂബ് ചാനൽ ട്യൂൺ ചെയ്തിരിക്കുക. വരുന്ന അതേ ദിവസം ലൈക്ക് നോർമലി ഏത് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാലും വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടീം തരാറുണ്ട്. സോ ആ ചാനലിൽ പ്രോപ്പറായിട്ട് ട്യൂൺ ചെയ്ത് നിൽക്കുക കേട്ടോ. ഓൾ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ശ്രദ്ധിച്ചേ, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. Two isolated conducting spheres S1 and S2 of radius 2/3 times capital R and 1/3 times capital R have charge 12 microcoulomb and -3 microcoulomb respectively and at a large distance from each other. Okay, fine. They are now connected by a conducting wire. A long time after this is done, the charge on S1 and S2 എത്രയാണെന്നാണ് ചോദ്യം. 4 and 4 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഒന്നാമത്തെ സ്ഫിയർ. ഓൾ റൈറ്റ്, ഇതിൻ്റെ ചാർജ് എത്രയാണ്? ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2/3 ടൈംസ് R ആണ്. ഇതാണ് രണ്ടാമത്തേത്, അത് എത്രയാണ്? R/3. എത്രയാണ്? R/3 ആണ് ഇതിൻ്റെ റേഡിയസ്. ഇതിനുള്ള ചാർജ് എന്ന് പറയുന്നത് 12 മൈക്രോകൂളുമ്പും അതുപോലെ തന്നെ ഇതിനുള്ള ചാർജ് എന്ന് പറയുന്നത് -3 മൈക്രോകൂളുമാണ്. ശരിയല്ലേ? ആണല്ലോ? അല്ലല്ലോ മോനെ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുന്നു, യൂസിങ് എ വയർ കണക്ട് ചെയ്തു. സോ ഇങ്ങനെ വയർ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും. ഇവിടെ നമ്മളിങ്ങനെ കണക്ട് ചെയ്യുകയാണ് എങ്കിൽ ഇവർ തമ്മിൽ ചാർജിൻ്റെ ഒരു ഫ്ലോ നടക്കും. ബിറ്റ്വീൻ ദീസ് ടു കണ്ടക്ടേഴ്സ് there is going to be a charge flow taking place until or unless the potential of these two bodies should be equal to they must be same. ആണല്ലോ? ഈ രണ്ട് ബോഡീസിൻ്റെയും ഇടയ്ക്ക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എവിടെ വരെ നടക്കും? ഈ രണ്ട് ബോഡീസിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആകുന്നത് വരെ ഇവിടെ ചാർജിൻ്റെ റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. ശരിയല്ലേ? അനന്തു സജി, നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെ ആകുമ്പോൾ മക്കളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഈ രണ്ട് ബോഡീൻ്റെയും കൂടെ കമ്പൈൻഡ് ചാർജ് എന്ന് പറയുന്നത്, നോക്കിക്കേ, കമ്പൈൻഡ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 12 - 3 ആണല്ലോ, 9 മൈക്രോകൂളുമാണ്. ഇവരുടെ കമ്പൈൻഡ് ചാർജ് എന്ന് പറയുന്നത് 9 മൈക്രോകൂളുമാണ്. ശരിയല്ലേ? ഇനിയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ ചാർജസ് ഒന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ശരിയല്ലേ? അപ്പം നമ്മൾക്കറിയില്ല എത്രയാണ് ചാർജ് രണ്ടാമത്തെ ബോഡിക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളത്. സോ ഞാനിവിടെ റീഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്ക് ചെയ്യാൻ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ബോഡിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ചാർജ് Q ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? രണ്ടാമത്തെ ബോഡിക്ക് ഞാൻ കൊടുക്കാൻ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് രണ്ട് ബൈറ്റൂടെ കൂടിയിട്ടാണല്ലോ വേണ്ടത്, 9 എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചാർജ് എത്രയായിരിക്കും? 9 - Q ആയിരിക്കും. ശരിയല്ലേ? 9 - Q ആയിരിക്കും. ആണല്ലോ? ഒന്നാമത്തിൻ്റെ ചാർജ് Q ആണെങ്കിൽ രണ്ടാമത്തിൻ്റെ ചാർജ് എത്ര വരണം? 9 - Q വരണം അല്ലേ? കാരണം ഇവിടെ ഈ റിസൾട്ടൻറ്റ് ചാർജ് എന്ന് പറയുന്നത് 9 ആണ്. രണ്ട് പേരുടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ചാർജ് എന്ന് എത്രയാണ്? 9 മൈക്രോകൂളുമാണ്. ശരിയല്ലേ? ആണല്ലോ? അങ്ങനെ ആകുമ്പോൾ ഇവരുടെ പൊട്ടൻഷ്യൽ സെയിം അല്ലേ? കാരണം വയർ വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പൊട്ടൻഷ്യൽ എന്തായിട്ട് വരണം? സെയിം ആയിട്ട് വരണം. ദേ മസ്റ്റ് ബി മെയിൻറ്റെയിനിങ് ഈക്വൽ പൊട്ടൻഷ്യൽ. സോ ആ ഒരു കേസ് നോക്കുവാണെങ്കിൽ 1/4πε0 ഒന്നാമത്തേൻ്റെയും രണ്ടാമത്തേൻ്റെയും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്നാമത്തേൻ്റെ ചാർജ് എന്ന് പറയുന്നത് Qവും അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 2R/3 അല്ലേ? 2R/3 ആണ്. രണ്ടാമത്തേൻ്റെ ചാർജ് എന്ന് പറയുന്നത് 9 - Q ആണ്. ആണല്ലോ? അതിൻ്റെ റേഡിയസ് എത്രയാണ്? അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R/3 അല്ലേ? മക്കളെ നോക്കിയേ, 6 കട്ടാകും, 3 കട്ടാകും.
ശരിയല്ലേ? അപ്പോൾ ഇതെന്ത് വന്നു കുഞ്ഞേ? ഇവിടെയുള്ളത് എന്തൊക്കെയാണ്? Q ഈസ് ഈക്വൽ ടു അല്ലേടാ 9 2s are 18 മൈനസ് അല്ലേ -2Q എന്ന് വന്നു. റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും 3 times Q ഈക്വൽ ടു എന്ത് വരും ഇവിടെ? 18 എന്ന് വരും. വിച്ച് മീൻസ് Q ഈക്വൽ ടു എത്ര വരണം? 6 എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തേന് എത്രയുണ്ട്? 6 മൈക്രോ കൂളും ചാർജും, രണ്ടാമത്തേൻ്റേതെന്ന് പറയുമ്പോഴത്തേക്കും ഒന്നാമത്തേന് 6 മൈക്രോ കൂളും ചാർജും, അതുപോലെ തന്നെ രണ്ടാമത്തേന് 9 - 6 3 മൈക്രോ കൂളും ചാർജും ആയിരിക്കും ഉണ്ടാകുക. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി. അനന്തു മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്? അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ആൻസറിലോട്ട് കറക്റ്റ് എത്താനായിട്ട് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അതെ. ജീന കറക്റ്റ് ആൻസർ കിട്ടി. ദേവാനന്ദൻ സി കറക്റ്റ് ആൻസർ കിട്ടി. ഹെൻറി ക്രിസ്റ്റോ അനന്തു സജി ഇത്തവണ കറക്റ്റ് ആൻസർ എത്തി. ഹെൻറി കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. ദേവാനന്ദൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ സമയം കളയുന്നില്ല. നമ്മൾക്ക് ടൈം ഷോർട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ, വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചേ. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, അതായത് മൾട്ടിപ്പിൾ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ. അതല്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് തെറ്റിപ്പോയാം, സോറി. കുറച്ച് മുന്നേ ഒരു മോൻ ഇവിടെ പറഞ്ഞിരുന്നു ആ ഷെല്ലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പറയുമോ എന്ന്. ഓക്കെ, സോ അതാണ് സംഭവം കേട്ടോ. ശ്രദ്ധിക്കുക. 3 concentric metal shell A, after that B, after that C. These are the 3 arrangement. The first one is A, second one is B, and third one is C. All right. Have surface charge densities. മക്കളെ ശ്രദ്ധിച്ചേ. Have surface charge densities sigma, minus sigma, and sigma. Okay. And what now we need is potential on the shell B. Potential on the shell B. ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. ശരിയാണല്ലോ. സോ പൊട്ടൻഷ്യൽ ഓൺ ദ ഷെൽ ബി എന്ന് പറയുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ ഓൺ ദ ഷെൽ ബി ഡ്യൂ ടു എ നോക്കണം, പൊട്ടൻഷ്യൽ ഓൺ ഷെൽ ബി ഡ്യൂ ടു ബി തന്നെ നോക്കണം, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഓൺ ഷെൽ ബി ഡ്യൂ ടു സി നോക്കണം. സോ നമ്മൾ എയിൽ നിന്ന് തുടങ്ങുകയാണ്. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഷെൽ എ. ഓക്കെ, ഷെൽ എയിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ 1/4πε0, 1/4πε0 അത് കോമൺ ആയിട്ട് വരും എല്ലായിടത്തും. 1/4πε0 കോമൺ ആയിട്ട് എടുക്കുന്നു. ശരിയല്ലേ? ആണല്ലോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഒന്നാമത്തേൻ്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തേൻ്റെ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ സർഫസ് ഏരിയ, അതായത് 4π ഇൻറ്റു A² മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ വരും. 4π അല്ലേടാ, 1/4πε0 Q/R ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ Q ആണ് നമ്മളിപ്പോൾ എടുത്തത്. 4πr², അതായത് സർഫസ് ഏരിയ ഇൻറ്റു എയിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഡിവൈഡഡ് ബൈ ഷെൽ ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും? B വരും അല്ലേ? പ്ലസ് രണ്ടാമത്തെ ഷെൽ, അതായത് B ആണ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും കുഞ്ഞേ? 4π ഇൻറ്റു B² വരും. പക്ഷേ അതിൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മ ആണ്. അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? B ആണ്. ആണല്ലോ. ഇനിയും അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് സി ആണ്. ദാറ്റ് ഈസ് അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4π ഇൻറ്റു എന്ത് വരും? C² വരും. ശരിയല്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണ്? സിഗ്മ ആണ്. ഡിവൈഡഡ് ബൈ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, അതായത് ഔട്ട്സൈഡ്, അതായത് ഷെല്ലിൻ്റെ സി എന്ന് പറയുന്ന ഷെല്ല് കാരണം ബിയിലുണ്ടാകുന്ന, ഐ റിപ്പീറ്റ്, സി എന്ന് പറയുന്ന ഷെല്ല് കാരണം ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഔട്ടർ സർഫസിലെ പൊട്ടൻഷ്യൽ എന്തായിരിക്കുമോ അത് തന്നെയായിരിക്കും അകത്ത് എല്ലാ പോയിന്റിലും അല്ലേ? ആ ഒരു ഫാക്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിയാണല്ലോ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, 4π എല്ലായിടത്തു നിന്നും അങ്ങ് പോയി കിട്ടും. 4π എല്ലായിടത്തു നിന്നും പോയി. ശരിയാണല്ലോ. അതുപോലെ തന്നെ നമ്മൾക്ക് സിഗ്മ കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കാം. സോ സിഗ്മ നമ്മൾ കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കുമ്പോൾ സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ആണ് ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഇപ്പോൾ കോമൺ ആയിട്ടുള്ളത്. അതിനുശേഷം ബ്രാക്കറ്റിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരു A² മൈനസ് B² ഓൾ ഡിവൈഡഡ് ബൈ B കാണും അല്ലേ മക്കളെ? പ്ലസ് ഇവിടെ ഇവർ തമ്മിൽ കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എന്തേ ഉള്ളൂ? സി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ ഓപ്ഷൻ ഏത് വരണം? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബിയിലോട്ട് കുറേ പേര് എത്തിയിട്ടുണ്ടല്ലോ. യെസ്, വെരി ഗുഡ്. അഭിജിത്ത്, സ്വരാഗ്, അനന്തു സജി, ഹംസ, ജീന മനാഫ്,
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. ഇതിനകത്ത് സംശയം വല്ലതും ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ പ്ലീസ്? എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിനകത്ത്? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ പ്ലീസ്. ഹായ് ജാവിസ്, സർ. ഹായ്. താങ്ക് യു ഫോർ ബീങ് ദേർ. അടുത്ത ക്വസ്റ്റിനോട്ട് നമ്മൾ നോക്കുകയാണ്. അടുത്ത ക്വസ്റ്റിനോട്ട് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിച്ച മക്കളെ, A solid conducting sphere having a charge capital Q is surrounded by an uncharged conducting hollow spherical shell. Okay. Now let the potential difference between the surface of the solid sphere and that of the outer surface of hollow shell be capital V. If the shell is now given a charge of minus 4Q. Shell വെളിയിലാണുള്ളത്. Okay. Now if we are giving a charge of minus 4Q to the shell, the new potential difference between the same two surface is എന്നാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഒരു സോളിഡ് കണ്ടക്റ്റിംഗ് സ്പിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ചാർജ് എത്രയാണ്? Q. ഓൾ റൈറ്റ്. ഇനിയും ഇതിന് വെളിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഹോളോ സ്പെറിക്കൽ ഷെല്ല് കൊടുക്കുന്നു. ശരിയല്ലേ? ഫൈൻ. ഇപ്പോൾ ഈ ഇനീഷ്യൽ കണ്ടീഷനിൽ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ V ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ് മീ മാർക്ക് ദിസ് ആസ് A ആൻഡ് ലെറ്റ് മീ മാർക്ക് ദിസ് ആസ് B. സോ VA മൈനസ് VB എത്രയാണെന്ന് പറഞ്ഞിട്ടുള്ളത്? V ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Now we are going to supply a charge of how much? minus 4Q to this. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിവിടെ ചാർജ് കൊടുക്കുന്നത് വെളിയിലെ ഷെല്ലിലാണ്. സോ വെളിയിലെ ഷെല്ലിനാണ് നമ്മൾ ചാർജ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന് യാതൊരു ഇമ്പാക്റ്റും വരാൻ പോകുന്നില്ല. ശരിയല്ലേ? ഇലക്ട്രിക് ഫീൽഡിന് ഇമ്പാക്റ്റ് വരാത്തിടത്തോളം കാലം പറയുമോ? യെസ് കപ്പാസിറ്റൻസിനെ കുറിച്ച് പറയും. ഇന്ന് നമ്മൾ കപ്പാസിറ്റൻസിനെ കുറിച്ച് തീർച്ചയായിട്ടും പറയും. സോ നമ്മൾ നമ്മൾ ഈ ചാർജ് കൊടുക്കാൻ പോകുന്നത് വെളിയിലുള്ള ഷെല്ലിനാണ് ചാർജ് കൊടുക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അകത്ത് ഇലക്ട്രിക് ഫീൽഡിന് യാതൊരു മാറ്റവും വരുന്നില്ല. സോ ഇലക്ട്രിക് ഫീൽഡിന് ബിറ്റ്വീൻ A ആൻഡ് B ഉള്ള ഇലക്ട്രിക് ഫീൽഡിന് യാതൊരു മാറ്റവും വരാത്തത് കൊണ്ട് തന്നെ ബിറ്റ്വീൻ A ആൻഡ് B ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് നിൽക്കും? സെയിം ആയിട്ട് നിൽക്കും. കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, ഒന്നും നോക്കാനില്ല. ഡി ഓപ്ഷൻ മാർക്ക് ചെയ്തോണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് നമ്മൾ പോവുകയാണ്. നോക്കിയ മക്കളെ, ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? A system of 3 charged particles are placed as shown in the figure. Okay, if capital D is very very greater than small letter d, the potential energy of the system എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഇവിടെ ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റമാണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്. ഈ 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ നമ്മൾ ഇതിനെ എങ്ങനെ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോൾ നോക്കുക എന്താണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ആദ്യമേ ഇവിടെ ഈ അറേഞ്ച്മെൻറ്റ് എടുക്കുക. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ 2 ചാർജ് ഉള്ളൂ എന്ന് കരുതുക. ഇത് കണ്ടോ, പ്ലസ് ക്യൂവും മൈനസ് ക്യൂവും. ഇവർ നമ്മളുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ്? D അല്ലേ? സോ ഇവരെ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1/4πε0 അല്ലേ? 1/4πε0 Q1 Q2 എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് ഓഫ് Q² എന്ന് തോന്നും ഡിവൈഡഡ് ബൈ D. ശരിയല്ലേ? ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? സോ ഈ 2 ചാർജ് നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരാനായിട്ട് എടുത്ത എഫേർട്ടാണ് ഈ കാണുന്നത്. പ്ലസ്, സോ ഇവർ 2 പേരും വന്നു. ശരിയല്ലേ? ഇനിയും നിങ്ങൾ നോക്കിക്കേ, അടുത്ത ചാർജ് വരുന്നത് എവിടെയാടാ? അടുത്ത ചാർജ് വരുന്നത് ഇത് കണ്ടോ, ഇവിടെ ഈ മാറിയിട്ടുള്ള ഈ ഒരു പോയിന്റിലല്ലേ അടുത്ത ചാർജ് വരാൻ പോകുന്നത്? ഈ ഒരു പോയിന്റിലോട്ടല്ലേ അടുത്ത ചാർജ് വരാൻ പോകുന്നത്. സോ ഈ പോയിന്റിലോട്ട് വരാൻ പോകുന്ന ചാർജ് ആരാ വരുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നും ആരാണ് എത്തുന്നത്? ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ എത്തുന്നത് ക്യാപിറ്റൽ Q എന്ന ചാർജ് അല്ലേ? സോ ഇൻഫിനിറ്റിയിൽ നിന്ന് ക്യാപിറ്റൽ Q ചാർജ് ഇവിടെ എത്തുമ്പോൾ അതിനായിട്ട് വേണ്ട വർക്ക് എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ആദ്യമേ നമ്മൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ അറിഞ്ഞിരിക്കണം.
ആണല്ലോ. ആ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1/4πε0. ഇവിടെ വീണ്ടും കോമൺ ആയിട്ട് വരും അല്ലേ. ഒന്നാമത്തെ ചാർജ് നമ്മൾ എടുക്കുന്നു, ഇത് ആണല്ലോ. അത് എത്ര ഡിസ്റ്റൻസിലാണ് ഇവിടെ നിന്നുള്ളത്? ഡി പ്ലസ് ക്യാപിറ്റൽ D+D/2 ഡിസ്റ്റൻസിലല്ലേ ആണല്ലോ. സോ എത്ര വരുന്നു കുഞ്ഞുങ്ങളെ? Q/ അല്ലേ ക്യാപിറ്റൽ D+D/2 ആണല്ലോ. പ്ലസ് രണ്ടാമത്തെ നോക്കിക്കേ, രണ്ടാമത്തെ -Q അല്ലേ. സോ -Q ഓൾ ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് എത്ര വരും മക്കളെ? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D-D/2 എന്ന് വരും. ഇൻറ്റു എന്ത് വരണം? നമ്മൾ കൊണ്ടുവന്നേക്കുന്ന ചാർജ് അല്ലേ, ഇൻറ്റു Q വരണം. ഇവിടെ ഒരു ഇടയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ. സോ ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ടോട്ടൽ വർക്ക് തന്നെ ആയിരിക്കും എന്തായിട്ട് വരാൻ പോകുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അപ്പിയർ ചെയ്യാൻ പോകുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് മക്കൾ നോക്കിയേ, നമുക്കിവിടെ കോമൺ ആയിട്ട് എന്തൊക്കെ എടുക്കാൻ പറ്റും? കോമൺ ആയിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇവിടെ Q എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കോമൺ ആയിട്ട് വെളിയിലോട്ട് എടുക്കാം അല്ലേ. -Q²/D ആണല്ലോ. പിന്നെന്താണുള്ളത്? പ്ലസ് നോക്കിയേ മക്കളെ, ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ ലെറ്റർ Q വെളിയിൽ വരും, ശരിയല്ലേ. പിന്നെന്താണ്? ക്യാപിറ്റൽ D -D/2 അല്ലേ, -D/2 ആണല്ലോ. പിന്നെന്താണുള്ളത്? പിന്നെ അല്ലേടാ, Q ആണ് നമ്മൾ വെളിയിലോട്ട് എടുത്തത് അല്ലേ. ക്യാപിറ്റൽ D, പിന്നെന്താണ്? മൈനസ്, ശരിയല്ലേ ആണല്ലോ. -D/2 എന്ന് വരും. ഓൾ ഡിവൈഡഡ് ബൈ സോൾവ് ചെയ്യുമ്പോൾ യെസ് എന്താണുള്ളത്? D² - D²/4 എന്ന് വരും, ശരിയല്ലേ കുഞ്ഞേ ആണല്ലോ. വിച്ച് മീൻസ് നോക്കുക, K ഇൻറ്റു അല്ലേടാ -Q²/D പ്ലസ് ക്യാപിറ്റൽ Q ഇൻറ്റു സ്മോൾ ലെറ്റർ Q ടൈംസ്, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ തമ്മിൽ ക്യാൻസൽ ആയിക്കോളും. ഇവിടെ -D ഉണ്ടാകും. ഡിനോമിനേറ്ററിനകത്ത് നമ്മൾ നോക്കുമ്പോൾ 4 ടൈംസ് ക്യാപിറ്റൽ D -D² ടൈംസ് 4 മുകളിൽ വരും. അപ്രോക്സിമേഷനിൽ ഇത് 4D² എന്ന് വരും. സോ എന്തായി? K ഇൻറ്റു അല്ലേടാ -Q²/D മൈനസ് ക്യാപിറ്റൽ Q സ്മോൾ ലെറ്റർ Q അല്ലേ ആണല്ലോ. D ഓൾ ഡിവൈഡഡ് ബൈ 4ഉം കട്ടായി പോകുമ്പോഴത്തേക്ക് എന്തുണ്ടാവും? D² എന്ന് വരും. ഇത് മാച്ച് ആകുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഉറപ്പല്ലേ? കറക്റ്റ്. അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ആനന്ദു മധു കറക്റ്റ് ആൻസർ ആണ്. ആനന്ദു, സജി, ഹൃഷികേഷ്, അമൽ കറക്റ്റ് ആൻസറിലോട്ട് എത്തിയിരിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്, നോക്കിയേ കുഞ്ഞുങ്ങളെ. A 2-point charges plus 4Q and -Q are fixed on x-axis at x equal to -D/2 and x is equal to D/2. Okay, respectively. If the third point charge Q is taken from the origin to x equal to D along a semicircle as shown in the figure, the energy of the charge will be എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ. സോ നമ്മൾ ഇവിടുന്ന് ഇതിനെന്ത് ചെയ്യാണ്? മൂവ് ചെയ്യിച്ച് എങ്ങോട്ട് കൊണ്ടുപോകുന്നു? ഈ പാത്തിൽ നിന്നിട്ട് കണ്ടോ, ഇവിടുന്ന് നമ്മൾ മൂവ് ചെയ്യിക്കുകയാണ്. ഇവിടുന്ന് മൂവ് ചെയ്യിച്ച് ഇവിടോട്ട് എത്തുകയാണ്. സോ അങ്ങനെ മൂവ് ചെയ്യിക്കുന്ന സമയത്ത് ദ എനർജി ഓഫ് ദ ചാർജ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, ആ എനർജിക്ക് എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യുമോ ഡിക്രീസ് ചെയ്യുമോ, എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ മക്കളെ ഈ ഒരു സിസ്റ്റം ഇവിടെ ഉള്ളപ്പോൾ ആദ്യമേ ചാർജ് ഇവിടെയാണുള്ളത്, ശരിയല്ലേ? മൂവ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? എ തേർഡ് ചാർജ് സ്മോൾ ലെറ്റർ Q ആണ് അല്ലേ. മൂവ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? സ്മോൾ ലെറ്റർ Q ചാർജ് ആണ് മൂവ് ചെയ്യുന്നത്. സോ ഈ മൂവ് ചെയ്യുന്ന ചാർജ് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇനിഷ്യലി ഇതിനുള്ള എനർജി എത്രയാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. ഇനിഷ്യൽ എനർജി അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അതിനായിട്ട് എന്ത് ചെയ്യുക? ആദ്യമേ പൊട്ടൻഷ്യൽ നോക്കുക, ശരിയല്ലേ? എത്രയായിരിക്കും വരുന്നത്? പൊട്ടൻഷ്യൽ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിക്കേ, 1/4πε0. സോ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് മൂവ് ചെയ്യിക്കുന്നത് അല്ലേ, ആണല്ലോ. സോ ഈ പോയിന്റിൽ നിന്നിട്ട് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചാർജ് കാരണം എത്ര വരും? 1/4πε0 അല്ലേ. K ഇൻറ്റു ഒന്നാമത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്?
എത്രയാണ് ഒന്നാമത്തെ ചാർജ് എന്ന് പറയുന്നത് 4q അല്ലേ ആണല്ലോ. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എത്രയാണ് d/2. സോ d/2 മൈനസ് 1/4πε0. അടുത്ത ചാർജ് എത്രയാണ് q ആണല്ലേ ആണല്ലോ /d/2. ഓക്കെ, സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ 1/4πε0. ദാറ്റ് മീൻസ് എന്തൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത് 2 ടൈംസ് kq കോമൺ ആണ് ബൈ d അല്ലേടാ. ഇവിടെ എന്താണ് ബാക്കിയുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വെളിയിലോട്ട് എടുത്തായിരുന്നല്ലോ ശരിയല്ലേ. സോ ഇവിടെ 4 മൈനസ് 1 ദാറ്റ് ഈസ് 3. ദാറ്റ് മീൻസ് ഇവിടെ എത്ര വന്നു 3 2s are 6 അല്ലേ. 6 ടൈംസ് kq/d എന്ന് വന്നു. സോ ഇതാണ് ഒന്നാമത്തെ കേസിൽ, അത് മീൻസ് പൊട്ടൻഷ്യൽ അറ്റ് കേസ് നമ്പർ 1 എന്ന് പറയുന്നത്. ശരിയല്ലേ മക്കളെ ആണല്ലോ ഫൈൻ. ഇനിയും അടുത്ത കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർജ് എങ്ങോട്ട് വന്നു ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ശരിയല്ലേ. ആ കേസിൽ നമ്മൾ നോക്കുമ്പോൾ V2 ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. സോ V2 എന്ന് പറയുമ്പോൾ എന്ത് വരും മക്കളെ 1/4πε0. ചാർജ് എത്രയാണ് 4q അല്ലേ. ഡിസ്റ്റൻസ് പറയുമ്പോൾ എത്ര വരും ഇവിടുന്ന് ഇവിടെ വരെ ഡിയും പിന്നീട് അങ്ങോട്ട് d/2. അത് എത്ര വരും 3d/2 എന്ന് വരും ശരിയല്ലേ. മൈനസ് രണ്ടാമത്തെ ചാർജ് 1/4πε0 q d/2 ശരിയാണല്ലോ. സോ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര വരും റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ k ടൈംസ് q/d അല്ലേ ആണല്ലോ ഇൻടു എത്ര വരണം 2/3 എന്ന് വരണം. സോ ഇത് നമുക്ക് എന്ത് കിട്ടി V2 കിട്ടി, ഇവിടെ എന്ത് കിട്ടി V1 കിട്ടി. സോ ദിസ് ഈസ് V1 ആൻഡ് ഹിയർ ദിസ് ഈസ് V2. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് ΔV ആണ് അല്ലേ. ΔV എന്ന് പറയുമ്പോൾ എന്ത് വരണം V2 മൈനസ് V1 വരണം ശരിയല്ലേ. V2 മൈനസ് V1 എന്ന് പറയുമ്പോൾ നമ്മൾ kq/d കോമൺ ആയിട്ട് എടുക്കുന്നു. ഡിഫറൻസ് എടുക്കുമ്പോൾ 2/3 അല്ലേടാ. 2/3 മൈനസ് എത്രയാണ് 6 എന്ന് വരണം ആണല്ലോ അല്ലേ കുഞ്ഞേ. യെസ്. അപ്പോൾ നമ്മളിതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് 18 മൈനസ് 2 അല്ലേ. 18 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3d ടൈംസ് k ഇൻറ്റു എന്ത് വരും q എന്ന് വരും ആണല്ലോ ശരിയല്ലേടാ അല്ലേ. സോ കെയിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുകയാണെങ്കിൽ k എന്ന് പറയുന്നത് 1/4πε0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. മനസ്സിലായല്ലോ. സംശയമുണ്ടോ മക്കളെ ആർക്കെങ്കിലും? സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് നമ്മൾ പോവുകയാണ്. ശ്രദ്ധിച്ചേ, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. 4 equal point charges capital Q each are placed in XY plane at 0, 2, 4, 2, 4 minus 2 and 0 minus 2. The work required to put a fifth charge Q at the origin of the coordinate system will be. പൊട്ടൻഷ്യൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് അടുത്ത ചാർജ് കൊണ്ടുവയ്ക്കുമ്പം കുമ്പിടിയിലാണ് പറയുന്നത് കേട്ടോ. സോ ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ എടുത്തേക്കുന്നത്. സോ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും അടുത്തൊരു ചാർജ് കയറി വരത്തില്ലേ. അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളൂ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മൾട്ടിപ്ലൈഡ് ബൈ ക്യൂ എന്ന് പറയുന്നതാണല്ലോ വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ നമ്മൾ V ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ക്യൂ വരും. ദാറ്റ് മീൻസ് Q² വരും. അതാണ്. മനസ്സിലായോ? ശരിക്കുള്ള പേരറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ കുമ്പിടി എന്ന് വിളിക്കുന്നത് കേട്ടോ, സോറി മക്കളെ. നോക്കിക്കേ, ഈ സിസ്റ്റം പറയുന്നത് എങ്ങനെയാണ്. നമ്മൾക്ക് ഒരു XY കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട് അല്ലേ. XY കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അവിടെ നമ്മൾക്ക് പോയിന്റ് തന്നിരിക്കുന്നത് ഏകദേശം ഇത് ഇങ്ങനെയാണ്. എന്താണ് 0 മൈനസ് 2 അല്ലേടാ, 4 മൈനസ് 2 ആണല്ലോ, 4 2 ഓക്കെ. അതുപോലെ തന്നെ എന്താണ് 0 2. ഇതാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇവിടെ എല്ലാം ചാർജസ് ഉണ്ട് അല്ലേ ആണല്ലോ. 4 ഈക്വൽ ചാർജസ് എന്നാണ് പറയുന്നത്. Q each. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? ഓക്കെ ഫൈൻ. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു ചാർജ് കൊണ്ടുവരികയാണ്. എത്രയാണ് ആ ചാർജ് വരുന്നത്? Q ചാർജാണ് വരാൻ പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ നോക്കണം, ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 2
3 4 ഇവർ കാരണമല്ലേ. സോ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടിനും കോമൺ ആയിട്ട് വരും. ഈ ഡിസ്റ്റൻസ് പറയുന്നത് രണ്ടുപേർക്കും കോമൺ ആണ് അല്ലേടാ. ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരുന്നത്? 2√5 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് 2 ആണ്, ശരിയല്ലേ. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ നെറ്റ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വി ആർ ഗോയിങ് ടു ഗെറ്റ് വി വാല്യൂ ആസ് വി ഈക്വൽ ടു കെ ടൈംസ് ക്യൂ ഇൻ 2 അല്ലേ. രണ്ടെണ്ണം ഉണ്ട്. സോ 2 ഡിസ്റ്റൻസിലുള്ള രണ്ടെണ്ണം ഉണ്ട് അല്ലേ. സോ അവിടെ ചാർജ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനി എന്തുള്ളൂ? ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ 2 ബൈ ഡിസ്റ്റൻസ് എന്നുള്ളത് 2 ആണ്. പ്ലസ് അടുത്തതിന് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടെണ്ണം ഉണ്ട്, അതുകൊണ്ട് അവിടെയും 2 വരും. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2√5 ആണ്, ശരിയല്ലേ. നമ്മൾ നെറ്റ് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്താണ് പറയുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? ഇവിടുന്ന് 2ഉം 2ഉം കട്ടായി പോകുള്ളൂ, ഇവിടുന്ന് 2ഉം 2ഉം കട്ടാകും. സോ വി ഈസ് ഈക്വൽ ടു എന്ത് വന്നു മക്കളെ? കെ ക്യൂ ഇൻറ്റു 1 + 1/√5 എന്ന് വരും, ശരിയല്ലേ. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. വർക്ക് ഡൺ അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ വർക്ക് ഡൺ ആകുമ്പോഴത്തേക്കും എന്തായി? വർക്ക് ഡൺ ഈക്വൽ ടു കുറച്ച് മുമ്പ് ഒരാൾ നമ്മുടെ കുമ്പിടി ചോദിച്ച പോലെ തന്നെ കെ ഇൻറ്റു അടുത്ത ചാർജ് എത്രയാണ് കൊണ്ടുവരാൻ പോകുന്നത്? സെയിം ചാർജ് അല്ലേ, 5th ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായി? കെ ഇൻറ്റു 5th ചാർജ് വരുമ്പോഴത്തേക്കും എന്തായി? Q² ആയി 1 + 1/√5 എന്ന് വരും ആണല്ലോ. ഓപ്ഷൻ 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 ബി. ഓപ്ഷൻ ബി. ക്രിസ്റ്റോ ജോസഫ്, അനന്തു മധു കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ അല്ലടാ മക്കളെ. അങ്ങനെ അടുത്ത ക്വസ്റ്റിനോട്ട് പോകുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്: 2 point charges P and Q are maintained at a potential of 10 volt and -4 volt respectively. The work done in moving 100 electrons from P to Q is എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ ഒന്നാമത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 10 വോൾട്ടിലും അല്ലേടാ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് -4 വോൾട്ടിലുമാണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് വരും? 10 - -4 വോൾട്ട് വരും. that is 14 volt. That is 14 volt അല്ലേ. എത്ര ചാർജാണ് നമ്മൾ മൂവ് ചെയ്യിക്കാൻ പോകുന്നത്? സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. വർക്ക് ഡൺ അപ്പോൺ ചാർജ് ആണെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. സോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 14 വന്നു. ഒരു ചാർജ്, ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 വരും അല്ലേ. അങ്ങനത്തെ എത്ര ആണ് മൂവ് ചെയ്യുന്നത്? 100 ആണ് മൂവ് ചെയ്യുന്നത്, ശരിയല്ലേടാ. സോൾവ് ചെയ്യുകയാണെങ്കിൽ ഹിയർ ദിസ് ഇസ് ഗോയിങ് ടു ബി 14 × 16 അല്ലേ. 14 × 16 മൾട്ടിപ്ലൈഡ് ബൈ ഇവിടെ ഒരെണ്ണം എടുത്തു, ഇവിടെ ബാക്കി 10⁻⁻18 വരണം ആണല്ലോ. ഇതിനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവം 224 × 10⁻⁻18 എന്ന് വരും. 224 × 10⁻⁻18 അല്ലേ ആണല്ലോ. റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 2.24 അല്ലേടാ × 10⁻⁻16. ഓപ്ഷൻ സി. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ കുഞ്ഞുങ്ങളെ? ഓക്കെ അല്ലേ? വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം, ശ്രദ്ധിച്ചേ. യെസ്, ഹെൻറി കറക്റ്റ്. വളരെ ഈസിയാണ്, ഒന്നും തന്നെ ചെയ്യാനില്ല. on moving a charge of 20 coulomb by 2 centimeter 2 joule of work is done. ഓക്കെ, അങ്ങനെയാണെങ്കിൽ the potential difference between the point is എത്രയാണെന്നാണ് ചോദ്യം. ശരിയല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ് വർക്ക് അപ്പോൺ ചാർജ് അല്ലേടാ. വർക്ക് അപ്പോൺ ചാർജ് ആണ് എത്രയെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, ശരിയല്ലേ. സോ വർക്ക് എന്ന് പറഞ്ഞാൽ എത്ര വന്നു? വർക്ക് ഈസ് ഈക്വൽ ടു, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. സോ വർക്ക് എത്രയാണ് നമ്മളോട് മൂവ് ചെയ്യിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്? 2 അല്ലേ. 2 ജൂളാണ് വർക്ക് എന്ന് പറയുന്നത് ആണല്ലോ. ഓക്കെ, മൂവ് ചെയ്യുന്ന ചാർജ് എത്രയാണ്? 20 കൂളമ്പും. സോ 2 ഡിവൈഡഡ് ബൈ 20 അല്ലേ, 1/10. ആൻസർ ഈസ് 0.1. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ മക്കളെ. ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്. കപ്പാസിറ്റൻസിനെ കുറിച്ച് ആരോ ചോദിച്ചിരുന്നു, ശ്രദ്ധിച്ചേ. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? 2 capacitors each having capacitance 40 microfarad are connected in series. The space between one of the capacitor is filled with a dielectric material of dielectric constant K such that the equivalent capacitance of the system become എത്രയാണ്? 24 മൈക്രോഫാരഡ്. അങ്ങനെയാണെങ്കിൽ കെയിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ നോക്കിക്കേ, ഈ കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ്? ആദ്യമേ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതാണ് അവസ്ഥ, കണ്ടോ? 40 സീരീസ് 40 അല്ലേ.
ഇത് 40 ആണ്, അതുപോലെ തന്നെ 40 ആണ്. മൈക്രോണിൻ്റെ 40 സീരീസ് 40 ആണ്, ശരിയല്ലേ? ഇനി അവരെന്ത് ചെയ്യുന്നു? ഒരെണ്ണത്തിനകത്തോട്ട് ഒരു ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുകയാണ്, അല്ലേ? ഇതിൽ ഒരെണ്ണത്തിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ഡയലക്ട്രിക് ഇൻസേർട്ട് ചെയ്തു, ശരിയല്ലേ? ആണല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും മക്കളെ? K × 40 ആയിരിക്കില്ലേ? ആണല്ലോ. എത്രയായിരിക്കും? K × 40 ആയിരിക്കും. കാരണം ഡയലക്ട്രിക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും? C വിൽ ബിക്കം K × C ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, ഇതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 ആയി എന്നല്ല പറഞ്ഞിരിക്കുന്നത്. സോ 1/24 സീരീസ് കോമ്പിനേഷൻ ആണ്. സോ 1/24 മസ്റ്റ് ബി ഈക്വൽ ടു 1 അല്ലേടാ K × 40 പ്ലസ് എന്ത് വരും? 1/40 എന്ന് വരും. സോ 1/24 ഈക്വൽ ടു 1/40 എന്താണ് വരും? അല്ലേ? കോമൺ അല്ലേ? സോ ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി 1 + 1/K എന്ന് വരും, ശരിയല്ലേ കുഞ്ഞേ? ആണല്ലോ. സോ ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 4ൻ്റെ ടേംസിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇതെത്ര വരണോടാ? 6 വരണം അല്ലേ? 4 വെച്ച് നോക്കുമ്പോൾ ആണല്ലോ. ഇതെത്ര ഉണ്ടാകുക? 1/10 അല്ലേ? ഹിയർ ദിസ് ഈസ് 1 + 1/ എന്ത് വരുന്നു? K എന്ന് വരുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ കുഞ്ഞേ? ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്താട്ട്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് വരും? റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം, ഹിയർ ദിസ് ഈസ് ഗോയിങ് ടു ബി 1/6 അല്ലേ? 1/6 ഈക്വൽ ടു 1/10 ഇൻറ്റു K + 1/K എന്ന് വരും, ആണല്ലോ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ Kൻ്റെ വാല്യൂ എത്ര വരും? K യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 3/2 ദാറ്റ് ഈസ് 1.5 എന്ന് വരും. സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? അതെ, ഓപ്ഷൻ എ വന്നു. കറക്റ്റ്. ഓക്കെ കുഞ്ഞുങ്ങളെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് പ്ലേറ്റ് ഏരിയ ക്യാപിറ്റൽ A has a separation small letter d between the plates. Two dielectric slab of dielectric constant K1 and K2 of same area A/2 and thickness D/2 are inserted in the space between the plates. The capacitance of the capacitor will be given as. ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന പ്ലേറ്റിൻ്റെ പകുതി ഭാഗത്തിൻ്റെ ആണല്ലോ, ഏരിയൻ്റെ പകുതി ഭാഗത്തിൻ്റെ പകുതി K1 അതിനുശേഷമുള്ളത് K2 ആണ്. സോ അങ്ങനെ വരുമ്പോൾ K1 ഉള്ള ഡയലക്ട്രിക്കും K2 ഉള്ള ഡയലക്ട്രിക്കും ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. സോ അങ്ങനെ വരുമ്പോൾ മക്കളെ നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഇങ്ങനെ റീഡ്രോ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ ഡയലക്ട്രിക് ഒന്നുമില്ല, ഡയലക്ട്രിക് വന്നിരിക്കുന്നത് ഈ രണ്ട് ഭാഗത്തായിട്ടാണ്, ശരിയല്ലേ? സോ അപ്പോൾ നമ്മളിത് എങ്ങനെ റീഡ്രോ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ മക്കളെ, നമുക്കിതിനെ ഇങ്ങനെ റീഡ്രോ ചെയ്യാൻ പറ്റും. ഈ സർക്യൂട്ടിനെ നമ്മളിതിനെ ഇങ്ങനെ റീഡ്രോ ചെയ്ത് കണ്ടോ, ഇതാണ് ടെർമിനൽസ്. വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, മനസ്സിലായല്ലോ? ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ടാണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ശരിയല്ലടാ? സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A/2 അല്ലേ? ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ D/2 ആണ്. സോ അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയായി? കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ε0 A/2 അപ്പോൾ D/2, 2 ഉം 2 ഉം കട്ടായി പോകും. സോ ε0 A K1/D വരും. അതുപോലെ തന്നെ രണ്ടാമത്തെ വരുമ്പോൾ നോക്കുമ്പോഴത്തേക്കും ε0 A K2 എന്ത് വരും? D വരും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു. ε0 A/2 അപ്പോൾ D/2 ഇൻറ്റു K1 വരുമ്പോൾ ഇതും കട്ടായി പോയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ്ലി അത് എഴുതിയത് കേട്ടോ. ഓക്കെ അല്ലേ? ശരിയല്ലേടാ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ് വരുന്നത്? ε0 A/2 ടൈംസ് D വരും. കാരണം D എന്ന് പറയുന്നത് സെയിം ആണ്. ഏരിയ മാത്രമാണ് എന്തായിട്ട് പോയിട്ടുള്ളത്? A/2 ആയിട്ട് പോയിട്ടുള്ളത്. ശരിയല്ലേ കുഞ്ഞേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുക? ഇത് രണ്ടും നമ്മൾക്കറിയാം. ഇതെന്താണ്? ഇത് സീരീസ് കോമ്പിനേഷനും അത് ഇതിന് പാരലലായിട്ടും വരണം, ശരിയല്ലടാ? ആണല്ലോ. സോ സീരീസ് കോമ്പിനേഷൻ, ഈ രണ്ടെണ്ണത്തിൻ്റെ സീരീസ് കോമ്പിനേഷനെ ഞാൻ 1/C അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/C1. 1/C1 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരുടാ? ε0 A K1 ഇൻറ്റു D അല്ലേ, പ്ലസ് ഇവിടെ എന്താണുള്ളത്? D/ε0 A ഇൻറ്റു എന്ത് വരും? K2 എന്ന് വരും. സോ ഹിയർ ദിസ് ഈസ് D/ε0 ഇൻറ്റു A കോമൺ ആണ് അല്ലേടാ? റീഅറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്ത് വരും? K2 + K1 ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? K1 ഇൻറ്റു K2 എന്ന് വരും. സോ C ഈക്വലൻ ഇവരുടെ രണ്ടുപേരുടെ മാത്രമാണ് ഞാൻ പറയുന്നത്. ആരുടെ? ഇവരുടെ രണ്ടുപേരുടെ മാത്രം. സോ C എന്ന് പറയുന്നത് എന്ത് വന്നു? ε0 A ഇൻറ്റു K1 K2 ഡിവൈഡഡ് ബൈ D ഇൻറ്റു അല്ലേടാ K1 + K2 എന്ന് വന്നു, ആണല്ലോ. അതിനുശേഷം ആരുണ്ട്? അതിന് പാരലലായിട്ട് ഈ മൂന്നാമത്തേതുണ്ട്, ശരിയല്ലേ? ആണല്ലോ. അതിന് പാരലലായിട്ട് കിടപ്പില്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഫൈനലി C ഈക്വലൻ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരണം അവിടെ?
സി പ്ലസ് അല്ലേ എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ 2d എന്ന് വരണ്ടേ ആണല്ലോ. സോ സീൻ്റെ വാല്യൂ ഇതേ ഇവിടെ കിടക്കുന്നു എപ്സിലോൺ നോട്ട് എ ബൈ ഡി. മക്കളെ അത് കോമൺ ആയിട്ട് വരും ശരിയല്ലേ. എപ്സിലോൺ നോട്ട് എ ബൈ ഡി കോമൺ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ബാക്കിയുണ്ട് 1/2 അല്ലേടാ 1/2 പ്ലസ് ഇതിനകത്ത് എന്താണ് ബാക്കിയുള്ളത്? ഇതിനകത്ത് ബാക്കിയുള്ളത് K1 K2 അല്ലേ ഓൾ ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 എന്ന് വന്നില്ലേ ആണല്ലോ കുഞ്ഞുങ്ങളെ. അപ്പം നിങ്ങൾ നോക്കിക്കേ ഏതുമായിട്ട് മാച്ച് ആകുന്നു, ഏതുമായിട്ട് മാച്ച് ആകുന്നു? ഒന്നാമത്തെ ഓപ്ഷനുമായിട്ട് മാച്ച് ആകുന്നില്ലേ ആണല്ലോ. ശരിയല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. സംശയമുണ്ടോ? ആ ഒരു കോമ്പിനേഷൻ ഞാൻ എടുത്തത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഡൗട്ട് സെഷനിൽ പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്പ്ലിറ്റിംഗ് എങ്ങനെ എടുത്തു എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞത് കേട്ടോ. ആ സീരീസ് പാരലൽ കോമ്പിനേഷൻ സ്പ്ലിറ്റ് ചെയ്തത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമ്മളോട് പറയുന്നത് ഈക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈക്വലന്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇങ്ങനെയുള്ള കേസസിലെല്ലാം മക്കളെ ടെർമിനലിൽ മാർക്ക് ചെയ്തോണം. എ, ഇതും എ വരും അല്ലടാ. ഇതെന്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും? ബി എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതും ബി ആയി. അങ്ങനെയാണെങ്കിൽ ഇതും ബി ആയി അല്ലേ. ഫൈനലി ഇത് എന്ത് വന്നു? ഇതിന് നമ്മൾ ക്യാപിറ്റൽ ബി എന്ന് പേര് കൊടുക്കുന്നു. ശരിയാണല്ലോ? ശരിയല്ലേ? ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ അറേഞ്ച്മെൻറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിക്കേ. എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് ക്യാപിറ്റൽ എയിൽ നിന്ന് തുടങ്ങാം. ക്യാപിറ്റൽ എയിൽ നിന്ന് തുടങ്ങിയാൽ ആദ്യമേ ആരുണ്ട്? 6 ഉണ്ട്. ആരുണ്ട്? 6 ഉണ്ട്. അതിനുശേഷം നിങ്ങൾ നോക്കിക്കേ, ഇത് കണ്ടോ? ഇതിൻ്റെ അക്രോസ് എ ബി ആണ്. ഇതിൻ്റെ അക്രോസ് എന്താണ്? എ ബി ആണ്. ഇതിൻ്റെ അക്രോസും എന്താണ്? എ ബി ആണ്. വിച്ച് മീൻസ് ഇവർ 3 പേരും പാരലൽ ആണ് അല്ലടാ. ഇവർ 3 പേരും പാരലൽ ആണ്. എത്ര പേരാണ് പാരലൽ ആയിട്ടുള്ളത്? 3 പേര് അല്ലേ. എത്ര പേരുണ്ട്? 3 പേര് പാരലൽ ആയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആളുടെ കപ്പാസിറ്റൻസ് എത്രയാണ്? 5. ഇത് 6 ആയിരുന്നു, എഴുതാൻ വിട്ടുപോയതാണ്. അതിനുശേഷം വീണ്ടും ഒരു 5. പിന്നെ എത്രയുണ്ട്? 2. ശരിയല്ലേ? അതിനുശേഷം എന്താണ് അവസ്ഥ? അതിനുശേഷം എന്താണ്? ബി ക്യാപിറ്റൽ ബി. ഇവിടെയും ബി ക്യാപിറ്റൽ ബി. വിച്ച് മീൻസ് ഇവർ രണ്ടും പാരലൽ അല്ലേ ആണല്ലോ. എങ്ങനെയാണ് അവസ്ഥ? കപ്പാസിറ്റൻസ് പറഞ്ഞേ എത്രയാണ്? ഇത് 4. അതുപോലെ തന്നെ ഇത് എത്രയാണ്? 2 അല്ലേ ആണല്ലോ. ഇത് ബി എന്ന് വന്നു അല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേടാ ആണല്ലോ. അപ്പം നിങ്ങൾ നോക്കിക്കേ, 5 5 10 12, 4 2 6. അപ്പോൾ എന്തായി കോമ്പിനേഷൻ? കണ്ടോ 6 അല്ലേടാ. ഇതെത്രയാണ്? 12 അല്ലേ. ഇതെത്ര വന്നു? 6 എന്ന് വന്നു. 6 അല്ലേടാ. സോ എത്രയായി? 1/6 പ്ലസ് 1/6 പ്ലസ് 1/12. 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 2 2 4 1 5 അല്ലേടാ. എത്ര വന്നു? 5 എന്ന് വരും ആണല്ലോ. സോ ഹിയർ ദിസ് ഈസ് 2 2 4 5 5 ഡിവൈഡഡ് ബൈ 12. ദാറ്റ് ഈസ് 12 ഡിവൈഡഡ് ബൈ 5 സി ഈക്വലൻറ്റ് അല്ലേ. 12 ഡിവൈഡ് ബൈ 5 വരണം. സോ 12 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എത്ര വന്നു? 5 10 2 4 2.4. ഓപ്ഷൻ ഡി. മക്കളെ കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റിനോട്ട് പോകേ. നോക്കിയാടാ, ഈ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എ പാരലൽ പ്ലേറ്റ് കണ്ടൻസർ വിത്ത് എ ഡൈഇലക്ട്രിക് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ഐ റിപ്പീറ്റ്, എ പാരലൽ പ്ലേറ്റ് കണ്ടൻസർ വിത്ത് എ ഡൈഇലക്ട്രിക് ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K between the plate has a capacity of capital C, okay, which is charged to a potential of capital V volt. The dielectric slab is slowly removed from the plate and then reinserted. The net work done by the system in this process എത്രയാണെന്നാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്, നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഒരു കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. ആ ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ശരിയല്ലേ ആണല്ലോ. അത് ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് നമ്മളൊരു ബാറ്ററിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇത് ഡിസ്കണക്ട് ചെയ്യുന്നു. ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ അക്രോസ് എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ശരിയല്ലേ ആണല്ലോ. ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുകയാണ്. ആ ഡൈഇലക്ട്രിക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മളിത് വീണ്ടും റിമൂവ് ചെയ്യുകയാണ്. പിന്നെ വീണ്ടും റീഇൻസേർട്ട് ചെയ്യുകയാണ്. അതാണ് കേസ് ആണല്ലോ. സോ ശ്രദ്ധിച്ചേ, ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് സ്ലോലി റിമൂവ് ഫ്രം ദ പ്ലേറ്റ്. ആദ്യം ഇതിങ്ങനെ കണക്ട് ചെയ്യുകയാണ്. ഫൈൻ, ഇങ്ങനെ വെച്ചിരിക്കുന്നു. സോ ആദ്യമേ ഇത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. സോ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇത് റിമൂവ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അതിനുശേഷം എന്ത് ചെയ്യുന്നു മക്കളെ? വീണ്ടും ഇൻസേർട്ട് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. ദ ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് സ്ലോലി റിമൂവ്ഡ് ഫ്രം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആൻഡ് ദെൻ റീഇൻസേർട്ടഡ്. ആദ്യമേ റിമൂവ് ചെയ്യുന്നു, പിന്നീട് എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യുകയാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ
by the system in this process എത്രയാണെന്നാണ് ചോദ്യം. മക്കളെ ആദ്യമേ നിങ്ങൾ നോക്കുക, ഈ ഒരു സംഭവം നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ബാറ്ററി ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സ്ലാബ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നു, പിന്നെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ശരിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി ഇതിനകത്തെ ചാർജ്, ഇനിഷ്യലി എനർജി എത്ര ആയിരിക്കും മക്കളെ? Q square by 2 ടൈംസ് അല്ലേ? കപ്പാസിറ്റൻസിൻ്റെ കപ്പാസിറ്റർ സി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആണല്ലോ? സോ ഡയലക്ട്രിക് കൂടെ വരുമ്പോഴത്തേക്ക് എന്ത് തോന്നുന്നു? K ടൈംസ് സി എന്ന് വന്നില്ലേ? Q square by 2C ആണല്ലോ? ഇതല്ലേ ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത്, അല്ലേ കുഞ്ഞുങ്ങളെ? സോ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. ശരിയല്ലേ? ചാർജ് മാറുമോ? ഇല്ല. സോ അതിനുശേഷം നമ്മൾ നോക്കുവാണെങ്കിൽ Q സ്ക്വയർ അല്ലേടാ, Q സ്ക്വയർ ഈക്വൽ ടു ഇപ്പോൾ എത്ര വന്നു? 2 ടൈംസ് എത്ര വന്നു? സി എന്ന് വന്നു. ശരിയല്ലേ? ആണല്ലോ? സോ ഇതാണ് ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്, അല്ലേ? നമ്മൾ വീണ്ടും ഡയലക്ട്രിക് സ്ലാബ് എന്ത് ചെയ്യുന്നു? ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ നോക്കിക്കേ, അപ്പോൾ എത്രയായിരിക്കും? Q സ്ക്വയർ ഡിവൈഡഡ് ബൈ അഗെയിൻ 2 ടൈംസ് K ഇൻറ്റു എന്ത് വന്നു? സി എന്ന് വന്നില്ലേ? ഇതല്ലേ മക്കളെ ഇനിഷ്യൽ എനർജി എന്ന് പറയുന്നത്? ഇതല്ലേ ഫൈനൽ എനർജി എന്ന് പറയുന്നത്? സോ ഇവിടെ റിമൂവ് ചെയ്യാനായിട്ട് ചെയ്ത വർക്ക് എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇൻസേർട്ട് ചെയ്യാനായിട്ട് ചെയ്യും ഉള്ളത്. സോ നെറ്റ് വർക്ക് ഡൺ എത്രയായി? 0 ആയി. സോ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയായി ചോദിക്കുന്നത്? 0 വരുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നതും വാട്ട് ഈസ് ദ നെറ്റ് വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ് ആണ്. സോ നെറ്റ് വർക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റ് മറ്റൊന്നുമല്ല, വി ജസ്റ്റ് കാൽക്കുലേറ്റഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ എനർജി. എനർജി എത്രയാണെന്ന് നോക്കി. സോ ഇനിഷ്യൽ എനർജിയും ഫൈനൽ എനർജിയും സെയിം ആയതുകൊണ്ട് തന്നെ ഡെൽറ്റ യു എന്തായിപ്പോയി? 0 ആയിപ്പോയി. വർക്ക് ഡൺ എന്തായി കുഞ്ഞുങ്ങളെ? 0 ആയി. ക്ലിയർ ആണല്ലോ? ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മൈ എൻഡ്. മനസ്സിലായി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. ഇച്ചിരി ലേറ്റ് ആയപ്പോൾ ഐ എം സോറി ഫോർ ദാറ്റ്. പക്ഷേ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവസാനം വരെ ഇത് ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ലൈക്ക് ഐ പ്ലാൻഡ് ഇറ്റ് ടിൽ 10:30, ഒരു 15 മിനിറ്റ് ഒന്ന് മുന്നോട്ടായിപ്പോയി. മക്കളെ നിങ്ങൾക്ക് ക്ലിയർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഷനകത്ത് ഡൗട്ട്സ് ഒന്നുമില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. സോ അങ്ങനെയാണെങ്കിൽ തൽക്കാലത്തേക്ക് സൈൻ ഓഫ് ചെയ്യുകയാണ്. സിമെട്രിക് റെസിസ്റ്റർ എടുത്തു തരാമെന്ന് പറഞ്ഞത് എന്തായി മോനെ? സിമെട്രിക് റെസിസ്റ്റേഴ്സ് എടുത്തു തരാമെന്ന് പറഞ്ഞത് സോജി സർ നമ്മുടെ എന്താ പറയുക ഒരു മാരത്തോണിൽ വന്നിരുന്നു. അതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. സർ മൈൻഡ് മാപ്പ് എങ്ങനെ യൂസ് ചെയ്യേണ്ടത്, മൈൻഡ് മാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈൻഡ് മാപ്പ് മക്കളെ ഏതൊരു ചാപ്റ്ററും ഒരു മണിക്കൂർ, മാക്സിമം 1 മണിക്കൂർ കൊണ്ട് ഒരു ക്വിക്ക് റിവിഷൻ ചെയ്യാവുന്ന രീതിയിലാണ് മൈൻഡ് മാപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ മൈൻഡ് മാപ്പിനകത്ത് എല്ലാ സ്പെഷ്യൽ കേസസും, അതായത് ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്പെഷ്യൽ കേസസിനകത്തും ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സോ ഓരോ ന്യൂമറിക്കലും അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക. മൈൻഡ് മാപ്പിനകത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് 100, അതിൻ്റെ ഇക്വേഷൻസ് 100% കാണും. കാരണം നമ്മുടെ മൈൻഡ് മാപ്പ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു മൈൻഡ് മാപ്പാണ്. എല്ലാ സ്പെഷ്യൽ കേസസും അതിനകത്തുണ്ട്. സോ സ്പെഷ്യൽ കേസ് ഐഡൻറ്റിഫൈ ചെയ്യുക. തന്നിരിക്കുന്ന നമ്മൾക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയാണ് മൈൻഡ് മാപ്പിൽ സ്പോട്ട് ചെയ്യുക, ഇക്വേഷൻ എടുക്കുക, സോൾവ്. കുമ്പിടി അത് ഒരു അതായത് നമ്മുടെ എന്താ മാരത്തോണിനകത്ത് സോജി സാറ് ഡിസ്കസ് ചെയ്ത ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനകത്ത് കറണ്ട് ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടായിരുന്നു മോനെ. അതിനകത്ത് സാറ് എല്ലാ ഫേസസും, ഡയഗണൽ, കോർണർ ടു കോർണർ, ഫേസ് ടു ഫേസ്, പാരലൽ എഡ്ജസ്, അതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, മോനൊന്ന് നോക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ നമ്മൾ മാരത്തോണുമായിട്ട് വീണ്ടും കാണും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ. Mau